എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ തംബ്നെയിൽ കാണുന്ന പോലെ തന്നെ ഇംഗ്ലീഷിൽ നിങ്ങളുടെ മാർക്ക് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ 10 ദിവസത്തിന്റെ കോഴ്സാണ് കേട്ടോ. അപ്പോൾ ലൈവ് സെഷൻസ് ആയിരുന്നു. അതിൽ നമ്മുടെ 4 ക്ലാസ്സുകൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞുള്ള 4 ക്ലാസ്സിന്റെയും റെക്കോർഡഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഗ്രാമറിന്റെ മുക്കാ ഭാഗത്തോളം നമ്മൾ പോർഷൻസ് കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കോൺകോഡിൽ നിന്ന് നമ്മളൊരു ഫൈനൽ ടച്ച് എന്നുള്ള രീതിയിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണം, അതേപോലെ ഓരോ ടോപ്പിക്കിൽ നിന്നും ഏതൊക്കെ പഠിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും എക്സെപ്ഷൻ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്ന ഒരു സെഷനാണ്. ഓക്കെ. അപ്പോൾ ഗ്രാമറും വൊക്കാബുലറിയും ഇതെല്ലാം ഒരു ക്യാപ്സ്യൂൾ ഫോമിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതിന്റെ ഒരു സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഒരു കാര്യം കൂടെ, അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 99 റുപ്പീസ് ആണ്. നമ്മുടെ ആപ്പ് സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് തന്നെ ഇത്രയും ചെറിയൊരു പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടുകയാണ് കേട്ടോ. അപ്പോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ജോയിൻ ചെയ്യാൻ മറക്കണ്ട. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഒരു സാമ്പിൾ ക്ലാസ് നമുക്ക് കണ്ടുനോക്കാം. ഓക്കെ. said I shall play cricket next year. പറട്ടെ. He said I shall play cricket next year. വേഗം പറഞ്ഞോളൂ. അപ്പോൾ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചിന്റെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ആദ്യം വരേണ്ട കാര്യം എന്താ? മൈൻഡിൽ റിപ്പോർട്ടിംഗ് വെർബ് നോക്കുക. അത് സെഡ് ആണ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം? ഡബിൾ കോഡ്സിൽ കൊടുത്തിട്ടുള്ള ഭാഗത്തിന്റെ ടെൻസ് മാറ്റണം. അതാണ് അടുത്ത റൂള്. ഓക്കെ. ഇവിടെ ഷാൽ ആണ്, ഷാൽ പ്ലേ എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. യെസ്, വെരി ഗുഡ്. ആൻസർ ഓപ്ഷൻ ബി തന്നെയാണ്. ഓക്കെ. നമ്മൾ ഇന്നലെ അതിന്റെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. അപ്പൊ നമ്മൾ ഐയുടെ കൂടെയും ഫസ്റ്റ് പേഴ്സൺ ആയിട്ടുള്ള ഐയുടെ കൂടെയും വിയുടെ കൂടെയാണ് നമ്മൾ സാധാരണ ഷാല് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഷാലിന്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള ഷുഡ് യൂസ് ചെയ്യുക. ഓക്കെ. അപ്പൊ ഇവിടെ ഐ ഷാൽ പ്ലേ എന്നുള്ളത് റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഐ മാറിയിട്ട് ഹി ആയിട്ട് വരും. ഓക്കെ. അപ്പൊ ഹീയുടെ കൂടെ നമ്മൾ ഷാൽ അല്ല യൂസ് ചെയ്യുക. നമ്മൾ എന്താ യൂസ് ചെയ്യുക? വില്ല് അല്ലെങ്കിൽ വില്ലിന്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള വുഡ് ആണ് യൂസ് ചെയ്യുക. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ ഹി വുഡ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് പറഞ്ഞത്. ഹി ഷുഡ് എന്ന് പറയാൻ പറ്റില്ല, ഹി വുഡ് എന്ന് പറയണം കേട്ടോ. മനസ്സിലായോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കണേ. ക്ലിയർ ആയി എന്ന് വിചാരിക്കണു. നെക്സ്റ്റ് ഇയർ എന്നുള്ളത് ഫോളോയിങ് ഇയർ എന്നുള്ള രീതിയിൽ വരും. ഓക്കെ. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ എടുത്തു പറയാണ്. എത്രയൊക്കെ പറഞ്ഞാലും ചിലർ തെറ്റിക്കും, അതുകൊണ്ടാണ് വീണ്ടും എടുത്ത് പറയുന്നത്. അപ്പോ ഷാൽ പ്ലേ എന്ന് കൊടുത്തിട്ട് ഇപ്പൊ ഇവിടെ വുഡ് പ്ലേ, ചിലപ്പോൾ അടുത്ത ഓപ്ഷനിൽ അവര് വുഡ് പ്ലേഡ് എന്ന് കൊടുക്കും. മനസ്സിലായോ? അപ്പോ വുഡ് പ്ലേന്നേ നമ്മൾ പറയുള്ളൂ അല്ലെ. മോഡൽ ഓക്സിലറി വെർബിന് ശേഷം V1 ഫോം ആണ് യൂസ് ചെയ്യുക. പ്ലേന്നേ പറയുള്ളൂ കേട്ടോ. അല്ലാണ്ട് വുഡിന് ശേഷം മോഡൽ ഓക്സിലറി വെർബിന് ശേഷം V2 ഫോം നമ്മൾ യൂസ് ചെയ്യില്ല എന്നുള്ള കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. നെക്സ്റ്റ് വൺ. രാജു സേസ് ഐ എം എ ഫാമർ. രാജു സേസ് ഐ എം എ ഫാമർ. പറട്ടെ. അപ്പൊ ആദ്യം എന്താ നോക്കണ്ടേ? റിപ്പോർട്ടിംഗ് വെർബിനെ നോക്കണം. അല്ലാതെ ഡബിൾ കോഡ്സിൽ കൊടുത്തിട്ടുള്ള ഭാഗത്തിന്റെ ടെൻസ് ആദ്യം തന്നെ മാറ്റല്ല ചെയ്യേണ്ട. റിപ്പോർട്ടിംഗ് വെർബിനെ നോക്കുക. അപ്പൊ റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത് പ്രസന്റ് ആണ്, സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് അല്ലെ. അപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസ് അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റിലാണെങ്കിൽ എന്ത് ചെയ്യണം? ഡബിൾ കോഡ്സിൽ കൊടുത്തിട്ടുള്ള ഭാഗത്തിന്റെ ടെൻസ് മാറ്റാൻ പാടില്ല എന്നുള്ളതാണ് റൂൾ അല്ലെ. അപ്പോ വാസ് പറ്റില്ല. രണ്ട് ഓപ്ഷനെ നമ്മൾ എടുത്ത് മാറ്റി. ഇവിടെ സെയ്സ് ആണെങ്കിൽ ഇവിടെ സെയ്സ് തന്നെ വരണം. അതുകൊണ്ട് നമ്മുടെ ആൻസർ ഇട്ട് ഓപ്ഷൻ സി ആണ് കേട്ടോ. അപ്പൊ രാജു സെയ്സ് ദാറ്റ് ഹി ഈസ് എ ഫാമർ. ഇത് ഏത് ടെൻസാ കൊടുത്തിട്ടുള്ളത്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അതേ ടെൻസ് വേണം ഇവിടെ യൂസ് ചെയ്യാൻ. എന്തുകൊണ്ടാ? ഈ റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റിലായതുകൊണ്ട്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? ചോദിക്കും കേട്ടോ. ഇതേ ടൈപ്പ് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഡിഗ്രി ലെവൽ എക്സാം എന്ന് പറയുമ്പോൾ ആ സെഡ് അല്ലാതെ കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് വൺ. ഹി സേസ് ഐ ആം ഹാപ്പി ടുഡേ. പോരട്ടെ. ഹി സേസ് ഐ ആം ഹാപ്പി ടുഡേ. യെസ്, അരുൺ, അനുജിത്, റിഞ്ചു, ദിവ്യ, ജുമൈല, എല്ലാവരും വേഗം പറയൂ ആൻസർ. മെജോറിറ്റി കേസുകളും ഓപ്ഷൻ ബി ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. പക്ഷെ നമ്മുടെ ആൻസർ ഇട്ട് ഓപ്ഷൻ എ ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത് പ്രസന്റിലാണ്. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ അത് വെച്ചിട്ട് തന്നെയാണ് നിങ്ങൾ ആൻസർ ചെയ്തത് അല്ലെ. അപ്പൊ ഡബിൾ കോഡ്സിൽ കൊടുത്തിട്ടുള്ള ഭാഗത്തിന്റെ ടെൻസ് മാറ്റാൻ പാടില്ല എന്നുള്ളതാണ് റൂള്. അപ്പോ
സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഈ രണ്ട് ഓപ്ഷൻസ് എടുത്ത് എലിമിനേറ്റ് ചെയ്തു. ഹി സേസ് ദാറ്റ് ഹി ഈസ് ഹാപ്പി ടുഡേ ഉണ്ട്, ദാറ്റ് ടുഡേ ഉണ്ട്. ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസ് അല്ലെങ്കിൽ പ്രസന്റ് ടെൻസിലാണെങ്കിൽ നമ്മൾ ഇവിടെ ടുഡേ അതേപോലെയുള്ള ആൾക്കാരെ നമ്മൾ മാറ്റണ്ട എന്നുള്ളതാണ് റൂൾ കേട്ടോ. ടുഡേ എന്നുള്ളത് ടുഡേ തന്നെയായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഹി സേസ് ഐ എം ഹാപ്പി ടുഡേ. അവൻ പറഞ്ഞു അവൻ ഹാപ്പി ആണെന്ന്. അത് വേറൊരാളോട് പറയുമ്പോൾ എങ്ങനെയാ പറയാ? ഹി സേസ് ദാറ്റ് ഹി ഈസ് ഹാപ്പി ടുഡേ തന്നെയല്ലേ, അല്ലാണ്ട് വേറെ ദിവസമാണോ നമ്മൾ പറയോ? ഇല്ല അല്ലേ, ടുഡേ തന്നെയാണ്. അപ്പൊ അതൊരു അതിനൊന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. ടുഡേ എന്നുള്ളത് നമ്മൾ ഇന്ന് പോയിട്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇന്ന് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ പറയാ കേട്ടോ. അപ്പൊ ടുഡേ എന്നുള്ളത് ടുഡേ തന്നെയായിരിക്കും. നെഗറ്റീവ് അടിക്കരുത്, ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മീനു വിൽ സേ ഐ ക്യാൻ ലിഫ്റ്റ് ദി ഹെവി ബാഗ്. പറട്ടെ. Meenu will say, I can lift the heavy bag. സ്പീഡിൽ പറ, സിമ്പിൾ ചോദ്യം. യെസ്, ആൻസർ ഞാൻ പറയാം. ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ എ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റിലോ ഫ്യൂച്ചറിലോ ആണെങ്കിൽ, ഓക്കെ, പ്രസന്റിലോ ഫ്യൂച്ചറിലോ ആണെങ്കിൽ ടെൻസ് മാറ്റാൻ പാടില്ല. ഇതാണ് റൂള്. മനസ്സിലായോ? ഇവിടെ സെഡ് എന്ന് കാണുമ്പോൾ മാത്രമേ നമ്മുടെ ഡബിൾ കോട്ട്സിലുള്ള ഭാഗത്തിന് ടെൻസ് മാറ്റേണ്ട കാര്യമുള്ളൂ. അല്ലാതെ പ്രസന്റിലോ ഫ്യൂച്ചറിലോ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ടെൻസ് മാറ്റണ്ട കേട്ടോ. അപ്പൊ ഇവിടെ ഫ്യൂച്ചർ ടെൻസ് ആണല്ലോ, ഫ്യൂച്ചർ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഡബിൾ കോട്ട്സിൽ എന്താ കൊടുത്തിട്ടുള്ളത്? ക്യാൻ ലിഫ്റ്റ് ആണ്. അപ്പൊ നമ്മുടെ ആൻസറിൽ എന്ത് വേണം? സെയിം ടെൻസ് വേണം അല്ലെ? അപ്പൊ ക്യാൻ ലിഫ്റ്റ് തന്നെ വേണം. അപ്പൊ കുഡ് ലിഫ്റ്റ് ഉള്ള രണ്ടാൾക്കാരെ നമ്മൾ എടുത്ത് മാറ്റി, അതിന്റെ ശല്യം തീർന്നു. ഇവിടെ വിൽ സേ ആയതുകൊണ്ട് ഇവിടെയും വിൽ സേ തന്നെ വരണം, വുഡ് സേ പറ്റില്ല. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ആൻസർ ഓപ്ഷൻ എ വരാനുള്ള റീസൺ. ചുരുക്കി പറയുകയാണെങ്കിൽ റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറഞ്ഞിട്ടുള്ള ആള് പ്രസന്റിലോ, ലാഗ് വന്നിട്ടുണ്ടോ? ഓക്കെ, പ്രസന്റിലോ ഫ്യൂച്ചറിലോ ആണെങ്കിൽ ടെൻസ് മാറ്റാൻ പാടില്ല എന്നുള്ളതാണ് റൂള്. പഠിച്ചല്ലോ? ക്ലിയർ അല്ലേ? എല്ലാവർക്കും ഓക്കെ ആണോ ഈ ഒരു ഭാഗം? ഈ ഒരു ഭാഗം ഫോക്കസ് ചെയ്തിട്ടായിരിക്കും മിക്കവാറും എക്സാമിന് ചോദിക്കാം കേട്ടോ. അപ്പോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. നെക്സ്റ്റ് വൺ. എന്നൊരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കട്ടെ. വേറൊരു ചോദ്യം കൂടെ കേട്ടോ. ഹി ഹാസ് സെഡ്, ഇതേ സംഭവം തന്നെ, ഐ ആം ഹാപ്പി ടുഡേ. ഹി ഹാസ് സെഡ് ഐ ആം ഹാപ്പി ടുഡേ. ഇതിനെ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ ഇവിടെ സേസിന് പകരം ഞാൻ ഹാസ് സെഡ് കൊടുക്കുകയാണ് കേട്ടോ. ഒരു ഓപ്ഷനിൽ ഞാൻ ഹാസ് സെഡ് കൊടുത്തു, ഒരു ഓപ്ഷനിൽ സേസ് കൊടുത്തു, ഒരു ഓപ്ഷനിൽ സെഡും കൊടുത്തു. ഓക്കെ, എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഒന്ന് പറയാവോ? ഹി ഹാസ് സെഡ് ഐ ആം ഹാപ്പി ടുഡേ. ഇവിടെ നമ്മൾ എന്താണ് മാറ്റം വരുത്തണ്ടേ? ഹി ഈസ് ഹാപ്പി എന്നാക്കണോ? ഹി വാസ് ഹാപ്പി എന്നാക്കണോ? എന്താണ് ചെയ്യണ്ടേ? നോക്കിയിട്ട് വേഗം പറഞ്ഞോളൂ. ഞാൻ ആൻസർ പറയാം. ഇവിടുത്തെ ആൻസർ വരുന്നത് ഹി ഹാസ് സെഡ് ദാറ്റ് ഹി ഈസ് ഹാപ്പി ടുഡേ. ഇതാണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. അപ്പോ എന്താ റീസൺ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ ഹാസ് സെഡ് എന്ന് കാണുമ്പോൾ പലരും വിചാരിക്കും സെഡ് അല്ലേ, പാസ്റ്റ് ടെൻസ് അല്ലേ, ഇത് പാസ്റ്റ് ടെൻസ് ആണോ? ഹാസ് സെഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് അല്ല. മനസ്സിലായോ? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. അപ്പൊ എക്സാം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ ഹാസ് ഒക്കെ കാണാണ്ട് പോവും. ശ്രദ്ധിച്ച് നോക്കിയിട്ടൊക്കെ ആൻസർ ചെയ്യാം കേട്ടോ. ഹാസ് സെഡ് എന്ന് പറഞ്ഞാൽ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആ. നമ്മൾ പഠിച്ചത് വെച്ചിട്ട് പ്രസന്റിലോ ഫ്യൂച്ചറിലോ ആണെങ്കിൽ ഡബിൾ കോട്ട്സിൽ കൊടുത്തിട്ടുള്ള ഭാഗത്തിന്റെ ടെൻസ് മാറ്റാൻ പാടില്ല. മനസ്സിലായോ? അപ്പൊ ഹാസ് സെഡ് എന്ന് പറയുന്നത് പ്രസന്റ് ആണ്. അപ്പൊ ഹാസ് സെഡ് വരാം, അല്ലെങ്കിൽ ഇപ്പൊ ഹി ഈസ് സേയിങ് വേണമെങ്കിൽ അങ്ങനെയും വരാം. ഓക്കെ, അപ്പൊ പ്രസന്റിൽ ആര് വന്നു കഴിഞ്ഞാലും സെയിം റൂൾ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? കാര്യം മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഹാസ് സെഡ് എന്ന് പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്, പ്രസന്റിന്റെ ആളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. നെക്സ്റ്റ് വൺ. റാണി, why were you absent yesterday? Teacher asked Rani why. Said ആണ് കേട്ടോ. ഇനി ടീച്ചർ ആസ്ഡ് റാണി വൈ. ഇതിൽ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക?
വേഗം പറഞ്ഞോളൂ. വേഗം പറ. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് എന്താ? ഫസ്റ്റ് നോക്കേണ്ടത് എന്താ? നമ്മുടെ റിപ്പോർട്ടിംഗ് വെർബ് നോക്കി. റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് ആണെന്ന് മനസ്സിലായി. അപ്പൊ എന്തായാലും ഡബിൾ കോഡ്സിലെ ഭാഗത്തിന്റെ ടെൻസ് മാറ്റണം എന്നുള്ളത് മനസ്സിലായി അല്ലെ? വേർ എന്നൊക്കെ പറയുമ്പോൾ എന്താ? പാസ്റ്റ് ടെൻസ് ആണ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് വരണം അല്ലെ? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ ഹാഡ് ബീനേ വരുള്ളൂ. ബാക്കി രണ്ടാൾക്കാരെ നമുക്ക് എടുത്ത് മാറ്റാം. യെസ്റ്റർഡേ എന്നുള്ളത് പ്രീവിയസ് ഡേ ആവും. അതുകൊണ്ട് തന്നെ ഇതിനെയും മാറ്റി. നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി. ഷീ ഹാഡ് ബീൻ ആബ്സെന്റ് ദ പ്രീവിയസ് ഡേ. മനസ്സിലായോ? നല്ല സുഖമല്ലേ ഇങ്ങനെ വെട്ടിയൊക്കെ കളഞ്ഞ് അവസാനം നമുക്കൊരു ആൻസർ കിട്ടുമ്പോൾ ഒരു സന്തോഷമൊക്കെ വരും കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ എലിമിനേഷൻ മെത്തേഡ് വഴി നമ്മൾ 3 എണ്ണത്തിനെ എലിമിനേറ്റ് ചെയ്ത് 4ാമത്തെ ആൻസർ ആയിട്ട് കണ്ടുപിടിച്ചു. ഇങ്ങനെ ചെയ്യുമ്പോൾ നെഗറ്റീവ് അടിക്കാണ്ട് നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് വൺ. The teacher said India became independent in 1947. പോരട്ടെ. The teacher said India became independent in 1947. വേഗം ആൻസർ പറഞ്ഞോളൂ. പോരട്ടെ. യെസ്, നമ്മുടെ ആൻസർ ഓപ്ഷൻ എ തന്നെയാണ്. അപ്പോ അറിയാത്തവരുണ്ടെങ്കിൽ അടുത്ത റൂള് പഠിക്കുക. ഇവിടെ നമ്മുടെ റിപ്പോർട്ടിംഗ് വെർബ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിലും ഇതൊരു ട്രൂത്തോ ഫാക്റ്റോ ആണെങ്കിൽ, ഓക്കെ, ഒരു ട്രൂത്തോ ഫാക്റ്റോ ആണെങ്കിൽ അങ്ങനെ തന്നെ പറയാം. ടെൻസ് മാറ്റാൻ നിൽക്കണ്ട. മനസ്സിലായല്ലോ? ആലോചിച്ചാൽ പോരെ. ഇന്ത്യ എപ്പോഴാണ് ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ടുള്ളത്? 1947 കിട്ടിയിട്ടില്ല. അപ്പൊ അതേ ടെൻസിൽ തന്നെ പറയാം. ബിക്കേം എന്നുള്ളത് ബിക്കേം തന്നെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ 2 ബിക്കമിനെ നമുക്ക് എടുത്ത് മാറ്റാം. പിന്നെ ഏതാ? ഇവിടെ ഹാഡ് ബിക്കേം ആണ്. ഹാഡ് ബിക്കേം എന്നുള്ളത് തന്നെ തെറ്റായിട്ടുള്ള കാര്യമാണ് അല്ലെ? കാരണം ഹാഡിന് ശേഷം V3 ഫോമേ വരുള്ളൂ. ബിക്കമിന്റെ V3 ഫോം ബിക്കം ആണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇത് 3 അല്ല എന്നുള്ളത് മനസ്സിലായി. നമ്മുടെ ആൻസർ ഇട്ട് ഓപ്ഷൻ എ. അപ്പോ റിപ്പോർട്ടിംഗ് വെർബ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിലും ഡബിൾ കോഡ്സിൽ കൊടുത്തിട്ടുള്ള ഭാഗം ട്രൂത്തോ ഫാക്റ്റോ ആണെങ്കിൽ ടെൻസ് മാറ്റാൻ നിൽക്കരുത്. ഓക്കെ, അറിയാന്ന് വിചാരിക്കുന്നു. പഠിച്ചേക്കാം കേട്ടോ. ഇനി The teacher said water boils at 100 degrees Celsius. കിട്ടുമല്ലോ? വേഗം പറഞ്ഞോ. സെയിം ടൈപ്പ് തന്നെ ഒരെണ്ണം, സെയിം ടൈപ്പ് തന്നെ ഇട്ടതാ. വേഗം പറഞ്ഞോ ആൻസർ. ഓപ്ഷൻ എ അല്ലേ? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക. അല്ല, സോറി, ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക അല്ലെ? ടെൻസ് മാറ്റാൻ പാടില്ല. വാട്ടർ ബോയിൽസ് ആണെങ്കിൽ ബോയിൽസ് തന്നെ നമ്മൾ പറയണം. ഓക്കെ, ട്രൂത്തോ ഫാക്റ്റോ ആണെങ്കിൽ ടെൻസ് മാറ്റാൻ പാടില്ല. വെള്ളം എപ്പോഴും 100 ഡിഗ്രി സെൽഷ്യസിലാണ് ബോയിൽ ചെയ്യുക എന്നുള്ളത് ട്രൂത്ത് ഫാക്റ്റ് ആണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതേ ടെൻസ് തന്നെ യൂസ് ചെയ്യണം കേട്ടോ. ഇനി ചിലപ്പോൾ അവർ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരിവിടെ വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് കൊടുക്കും. എന്നിട്ട് ഇവിടെ സെഡിന് പകരം ചിലപ്പോൾ സെയ്സ് എന്ന് കൊടുക്കും. മനസ്സിലായോ? അപ്പൊ ഈ ഒരു ഭാഗം കൂടെ ശ്രദ്ധിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ കേട്ടോ. ഈ ഒരു ഭാഗം അല്ലാതെ കാണുമ്പോൾ തന്നെ ഞാൻ പഠിച്ചതാണല്ലോ എന്നും പറഞ്ഞ് ബബിൾ ചെയ്ത് വെക്കരുത്. റിപ്പോർട്ടിംഗ് വെർബും കൂടെ നോക്കുക. ഇത് തന്നെയായിരിക്കണം ഇവിടെയും വരേണ്ടത് കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. The teacher said to the boy, consult a dictionary. The teacher said to the boy, consult a dictionary. The teacher asked the boy, എന്തായിരിക്കും ആൻസർ വരിക? ഞാൻ ആൻസർ പറയാണ്. ടു കൺസൾട്ട് എ ഡിക്ഷണറി ആണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ സി ആണ് അല്ലെ? കാരണം ഇതൊരു ഇംപെരേറ്റീവ് സെന്റൻസ് ആണ്. കൺസൾട്ട് എ ഡിക്ഷണറി നമ്മൾ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. ഇംപെരേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു വെർബ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സെന്റൻസ് ആണ് നമ്മൾ ഇംപെരേറ്റീവ് സെന്റൻസ് എന്ന് പറയാ. കൺസൾട്ട് ചെയ്യൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ? അതായത് ഒരു വെർബാണ്. അല്ലെങ്കിൽ ഒരു കമാൻഡ് ചെയ്യുക, ഷട്ടപ്പ് യുവർ മൗത്ത് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ യാചിക്കുക, പ്ലീസ് എന്നുള്ള രീതിയിൽ റിക്വസ്റ്റ് ചെയ്യുക, അതിനൊക്കെയാണ് നമ്മൾ ഇംപെരേറ്റീവ് എന്ന് പറയാം കേട്ടോ. അപ്പൊ ഇതൊരു ഇംപെരേറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് തന്നെ വെർബ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സെന്റൻസ് ആണ്. അങ്ങനെ ഇംപെരേറ്റീവ് വരുമ്പോൾ നമ്മുടെ ഫോർമാറ്റ് എന്ന് പറയുന്നത് 2 + V1 ഫോം ഓഫ് ദി വെർബ് യൂസ് ചെയ്യണം. ഓക്കെ, ദ ടീച്ചർ ആസ് ദി ബോയ്, കണ്ടോ, 2 + V1 ഫോം വേണം യൂസ് ചെയ്യാനായിട്ട്. ടു കൺസൾട്ട് എ ഡിക്ഷണറി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ?
ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആ റൂൾ എന്ന് അറിഞ്ഞു വെച്ചാൽ മതി കേട്ടോ. ഇംപരേറ്റീവ് വരുമ്പോൾ 2 + V1 ആണ് അതിന്റെ ഫോർമാറ്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. ടീച്ചർ, ഡോണ്ട് റിപ്പീറ്റ് ദി മിസ്റ്റേക്ക്. പറയട്ടെ. ഡോണ്ട് റിപ്പീറ്റ് ദി മിസ്റ്റേക്ക്. യെസ്, അനിഷ, ഷൈനി, ദിവ്യ, ശ്രീലക്ഷ്മി, അരുൺ. ഞാൻ എല്ലാവരുടെയും കമന്റ്സ് ഒക്കെ കാണുന്നുണ്ട്. ഇനി പേര് വിളിച്ചിട്ട് സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. വേഗം പറ. ഡോണ്ട് വരികയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഡോണ്ട് റിപ്പീറ്റ് ദ മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ ഇംപരേറ്റീവ് സെന്റൻസ് ആണ് അല്ലെ. കാരണം ഡു നോട്ടിനെയാണ് നമ്മൾ ഡോണ്ട് എന്ന് പറയാ. അപ്പൊ അതൊരു വെർബ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇംപരേറ്റീവ് സെന്റൻസ് ആണ്. ഡോണ്ട് വരുമ്പോൾ നമ്മുടെ ആൻസറിൽ നോട്ട് ടു വരും കേട്ടോ. നോട്ട് ടു വരും. ടു നോട്ട് അല്ല, നോട്ട് ടു വേണം വരാനായിട്ട്. അപ്പൊ നോട്ട് ടു 2 + V1 അല്ലേ. അപ്പൊ അതേപോലെ തന്നെ 2 + V1 വന്നു. അതിന്റെ ഫ്രണ്ടിൽ ഇവിടെ ഡോണ്ട് ആയതുകൊണ്ട് ഒരു നോട്ടും കൂടെ ചേർത്തു കേട്ടോ. അപ്പൊ ടീച്ചർ ടോൾഡ് us not to repeat the mistake. പിന്നെ ഒരു കാര്യം കൂടെ, ഈ ടോൾഡ് ടു എന്ന് പറഞ്ഞാൽ ശരിയാണോ? ടോൾഡ് ടു എന്ന് പറഞ്ഞാൽ തെറ്റാണ് കേട്ടോ. ഈ ടോൾഡിന് ശേഷം എപ്പോഴും ഒരു ഒബ്ജക്റ്റ് വേണം. ഹിമെന്നോ ഹെറെന്നോ അസ്ന്നോ അങ്ങനെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ടോൾഡ് അവിടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ടോൾഡ് ടു എന്ന് പറയില്ല. ടോൾഡിന് ശേഷം ഒരു വ്യക്തി വേണം, ഒരു ഒബ്ജക്റ്റ് വേണം കേട്ടോ. അത് ഓർത്ത് വെച്ചേക്കാം. പിന്നെ ഈ അടുത്ത എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നതിനകത്ത് നമ്മൾ ദാറ്റ് യൂസ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമ്മൾ പറയില്ലേ ഈ ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുമ്പോൾ എന്താ ടോൾഡ് അസ് ദാറ്റ് അല്ലെങ്കിൽ സെഡ് ടു അസ് ദാറ്റ്, അങ്ങനെ ദാറ്റ് യൂസ് ചെയ്യണം എന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ദാറ്റ് ഇല്ലാണ്ടും നമുക്ക് ഇൻഡയറക്റ്റ് സ്പീച്ച് പറയാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഓപ്ഷണൽ ആണ്. അതൊരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ദാറ്റ് ഇല്ലെങ്കിലും ഇറ്റ് ഇസ് ഓക്കെ. ഓർത്ത് വെച്ചേക്കണേ. ഇനി അപ്പൊ ഇത്രയാണ് നമുക്ക് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ ബാക്കി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചിന്റെ. അപ്പൊ ആക്റ്റീവ് പാസീവ് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച്, പിന്നെ ഏതാ ടെൻസ്, പിന്നെ ഇഫ് കണ്ടീഷൻ നമുക്ക് നോക്കാനുണ്ട്. അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പാർട്സ് ഓഫ് സ്പീച്ച് ആണ്. ഓക്കെ, അപ്പൊ പാർട്സ് ഓഫ് സ്പീച്ചിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ഐഡന്റിഫൈ ദി പാർട്ട് ഓഫ് സ്പീച്ച് ഓഫ് ദി വേർഡ് വെരി. വെരി എന്ന് പറയുന്നത് ഏത് പാർട്ട് ഓഫ് സ്പീച്ച് ആയിട്ട് വരും? ഇവിടെ ആയിരിക്കും മിക്കവാറും തെറ്റ് വരാനുള്ള സാധ്യതയൊക്കെ അല്ലെ. കാരണം ഈ പാർട്ട് ഓഫ് സ്പീച്ച് നമ്മൾ അധികം ശ്രദ്ധിക്കാത്തൊരു ഭാഗമാണ്. പോരട്ടെ, ഹെൽപ്പ് ചെയ്ത് തരാം. നിങ്ങൾ പറഞ്ഞു നോക്കൂ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇവിടെ ആഡ്വർബ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആഡ്വർബ് പറഞ്ഞിട്ടുള്ള ആൾക്കാരോട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഇവിടെ വെരി എന്താ? കുറച്ചുപേര് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ട്, കുറച്ചുപേര് ആഡ്വർബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ, അവിടെ വെരി എന്ന് പറയുന്നത് എന്താണ്? അതും കൂടെ ഒന്ന് വേഗം കമന്റ് ചെയ്തോളൂ, സ്പീഡ് ആവട്ടെ. ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ, വെരി എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. ഓക്കെ, എനിക്ക് മനസ്സിലായി കുറച്ച് കൺഫ്യൂഷൻ ഉള്ള ഒരു ടോപ്പിക് ആണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, നൗൺ എന്താണെന്നറിയാലോ? നൗൺ ഒരു വ്യക്തിയുടെ പേരോ അല്ലെങ്കിൽ ഒരു പ്ലേസിന്റെ പേരോ അല്ലെങ്കിൽ എന്താ അങ്ങനെ പറയുന്നതിനാണ് നമ്മൾ നൗൺ എന്ന് പറയാ. പ്രോനൗൺ എന്ന് പറഞ്ഞാല് ഇപ്പോ ഹി, ഷീ, ഇറ്റ്, ദേ എന്നൊക്കെ പറയുന്നത്. പേരിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു വാക്കുകൾ ഹി, ഷീ, ഇറ്റ്, ദേ. ഓക്കെ, പിന്നെയുള്ളത് നമ്മുടെ അഡ്ജക്റ്റീവ് ആണ്. അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് നൗണിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ എന്ത് പറയാ? അഡ്ജക്റ്റീവ്. അതും നിങ്ങൾക്ക് അറിയാം. പിന്നെ വെർബ് എന്ന് പറഞ്ഞാൽ ഒരു ക്രിയയാണ്. ഈ ക്രിയനെ കുറിച്ച് വിശേഷിപ്പിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ എന്ത് പറയാ? ആഡ്വർബ് എന്ന് പറയാ. ഓക്കെ, ആഡ് വെർബ്, വെർബിനെ ആഡ് ചെയ്ത് പറയുന്ന ഒരു വേർഡ്. അപ്പൊ ആഡ്വർബ് എന്ന് പറഞ്ഞാൽ വെർബിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്ന ഒന്നിനെയാണ് ആഡ്വർബ് എന്ന് പറയാ. ഇത്രയല്ലേ അറിയുന്നേ? ആഡ്വർബിന് വേറെ ഡെഫിനിഷനും കൂടി ഉണ്ട്. എന്താന്ന് പറയട്ടെ? അഡ്ജക്റ്റീവിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്ന ഒന്നിനെ നമ്മൾ ആഡ്വർബ് എന്ന് പറയും. മനസ്സിലായോ? ഓക്കെ, വെർബിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്ന ഒന്നിനെ നമ്മൾ ആഡ്വർബ് എന്ന് പറയും. അഡ്ജക്റ്റീവിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്ന ഒന്നിനെ നമ്മൾ ആഡ്വർബ് എന്ന് പറയും. അതേപോലെ തന്നെ ആഡ്വർബിനെ കുറിച്ച് തന്നെ വിശേഷിപ്പിക്കുന്ന ഒന്നിനെ നമ്മൾ ആഡ്വർബ് എന്ന് പറയും. അങ്ങനെ 3 ഡെഫിനിഷൻ ആഡ്വർബിനുണ്ട്. ഒന്നുകൂടെ,
വെർബിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നതിനെ ആഡ്വർബ്, അഡ്ജക്റ്റീവിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്നതിനെ ആഡ്വർബ്, വെർബിനെ കുറിച്ച് തന്നെ വിശേഷിപ്പിക്കുന്ന ഒന്നിനെ നമ്മൾ എന്ത് പറയും? ആഡ്വർബ് എന്ന് പറയും. ക്ലിയർ ആണോ? പഠിച്ചോ? എന്റെ കൂടെ തന്നെ പഠിക്കുന്നുണ്ടോ? വെർബ്, അഡ്ജക്റ്റീവ്, ആഡ്വർബ്, ഈ മൂന്നെണ്ണത്തിനെയും വിശേഷിപ്പിക്കുന്നതിനെ നമ്മൾ ആഡ്വർബ് എന്ന് പറയും. ഇനി ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കുക, ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഇവിടെ ഷീ എന്ന് പറയുന്ന ഒരു നൗൺ അല്ലെങ്കിൽ പ്രോനൗൺ ആണ്. അവളെ കുറിച്ചാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് ബ്യൂട്ടിഫുൾ എന്താ? ബ്യൂട്ടിഫുൾ നിങ്ങൾക്ക് അറിയാം, അത് അഡ്ജക്റ്റീവ് ആണ്. കാരണം അവളെ കുറിച്ചാണ് ഇവിടെ വിശേഷിപ്പിച്ചിട്ടുള്ളത്, അല്ലെ? ഇനി ഈ ബ്യൂട്ടിഫുളിനെ കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുള്ള ഒരു വാക്കല്ലേ വെരി എന്ന് പറയുന്നത്, അല്ലെ? അതായത് അഡ്ജക്റ്റീവിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്ന ഒരു വേർഡ് ആണെങ്കിൽ അത് എന്തായിരിക്കും ഇപ്പൊ നമ്മൾ പറഞ്ഞത്? ആഡ്വർബ്. മനസ്സിലായോ? അപ്പോ വെർബിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത് ആഡ്വർബ് ആണ്. അഡ്ജക്റ്റീവിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്ന ആഡ്വർബ് ആണ്. ആഡ്വർബിനെ തന്നെ വിശേഷിപ്പിക്കുന്നതും എന്താണ്? ആഡ്വർബ് ആണ്. മനസ്സിലായോ? എല്ലാവർക്കും ക്ലിയർ ആയോ? വെരി എന്ന് പറയുന്ന ആഡ്വർബ് ആണ്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിലും ഈ വെരി എന്ന് പറയുന്നത് ആഡ്വർബ് തന്നെയാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ വെരി ഫാസ്റ്റ് എന്ന് പറയാം, അല്ലെ? വെരി ഫാസ്റ്റ്, അങ്ങനെ നോക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ കിട്ടും. ഒന്നുകൂടെ പറയാം ശ്രീലക്ഷ്മി. യെസ്, ഇത്ര ആലോചിക്കുക. ആഡ്വർബിന് 3 ഡെഫിനേഷൻ ഉണ്ട്. അതിലെ ഒന്ന് നിങ്ങൾക്ക് അറിയാവുന്ന ഡെഫിനേഷൻ, കോമൺ ആണ്. വെർബിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്ന ഒന്നിനെ നമ്മൾ ആഡ്വർബ് എന്ന് പറയും. അതേപോലെ തന്നെ അഡ്ജക്റ്റീവിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്ന ഒന്നിനെ നമ്മൾ ആഡ്വർബ് എന്ന് പറയും. ഓക്കെ, ആഡ്വർബിനെ തന്നെ വിശേഷിപ്പിക്കുന്ന ഒന്നിനെ നമ്മൾ എന്ത് പറയും? ആഡ്വർബ് എന്ന് പറയും. 3 ഡെഫിനേഷൻ ഉണ്ട് നമ്മുടെ ഈ ക്വസ്റ്റ്യനകത്ത്. ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഷീ എന്ന് പറയുമ്പോൾ ഒരു നൗൺ ആണ് അല്ലെങ്കിൽ പ്രോനൗൺ. ഈ ഷീനെ കുറിച്ച് വിശേഷിപ്പിക്കുന്ന ഒന്നാണ് ബ്യൂട്ടിഫുൾ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ എന്താ? അഡ്ജക്റ്റീവ് ആണ്. ഇനി ആ ബ്യൂട്ടിഫുളിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്ന ഒരു വേർഡ് ആണ് വെരി. വെരി ബ്യൂട്ടിഫുൾ, അല്ലെ? അപ്പൊ ആ വെരി എന്ന് പറയുന്നത് എന്താ? ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ അഡ്ജക്റ്റീവിനെ വിശേഷിപ്പിക്കുന്നതാണ്. അപ്പൊ എന്തായിരിക്കും അത്? ആഡ്വർബ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഡിഗ്രി ലെവൽ എക്സാം ആണെങ്കിൽ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കാനുള്ള സാധ്യത. അപ്പോ പലരും തെറ്റിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് അവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്കിനി അപ്പൊ ഇതിന് ആൻസർ വരുന്നത് എന്താണ്? ആഡ്വർബ് കേട്ടോ, ആഡ്വർബ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. Which part of speech is the word teacher in the sentence? She is a teacher. ടീച്ചർ എന്ന് പറയുന്നത് ഇതിനകത്ത് ഏതായിട്ട് വരും? She is a teacher. ടീച്ചർ എന്താ? വെർബാണോ, അഡ്ജക്റ്റീവ് ആണോ, നൗൺ ആണോ, ആഡ്വർബ് ആണോ? യെസ്, അത് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. നൗൺ ആണ്, അല്ലെ? യെസ്, നൗൺ ആണ്. അടുത്തത്, ഐഡന്റിഫൈ ദി പാർട്ട് ഓഫ് സ്പീച്ച് ഓഫ് ദി വേർഡ് ആൻഡ്. ആൻഡ് എന്ന് പറയുന്നത് എന്താണ്? കൺജങ്ഷൻ ആണോ, ഇന്റർജങ്ഷൻ ആണോ, ആർട്ടിക്കിൾ ആണോ, പ്രോനൗൺ ആണോ? ആൻഡ് എന്താണ്? ആൻഡ് എന്ന് പറയുന്നത് കൺജങ്ഷൻ. കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ 2 സെന്റൻസുകളെ ജോയിൻ ചെയ്യുന്ന ഒരു വേർഡ്, അല്ലെ? അപ്പോ ആൻഡ് വെച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, ആൻഡ്, ബിക്കോസ്, ഹൗഎവർ, ഓക്കെ, നെവർദലെസ്, അങ്ങനെയുള്ള വാക്കുകൾ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ കൺജങ്ഷൻ എന്ന് പറയാം. ഇവിടുത്തെ ആൻസർ കൺജങ്ഷൻ ആണ് കേട്ടോ. ഇനി അടുത്തത്, which part of speech is the word happy in the sentence? She feels happy. ഇതിലെ ഹാപ്പി എന്ന് പറയുന്നത് എന്താ? She feels happy. വേഗം പറഞ്ഞോളൂ. യെസ്, അനുജിത്, സരിത. വെരി ഗുഡ്. അത് ആഡ്വർബ് ആണ്. ഓക്കെ, ഷീ ഫീൽസ് ഹാപ്പി, അത് ആഡ്വർബ്. വെരി ഗുഡ്. വെർബിനെ കുറിച്ച് വിശേഷിപ്പിച്ചേക്കുന്ന ഒന്നാണ്, അല്ലെ? ഇനി ഐഡന്റിഫൈ ദി പാർട്ട് ഓഫ് ദി സ്പീച്ച് ഓഫ് ദി വേർഡ് ഓ ഇൻ ദ സെന്റൻസ്. ഓ വാട്ട് എ ബ്യൂട്ടിഫുൾ വ്യൂ. ഇവിടെ ഓ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ്? ഇന്റർജെക്ഷൻ ആണോ, കൺജങ്ഷൻ ആണോ, ആഡ്വർബ് ആണോ, ആർട്ടിക്കിൾ ആണോ? വേഗം പറ. ഇന്റർജെക്ഷൻ ആണ്, അല്ലെ? ഇന്റർജെക്ഷൻ ആണ്. അപ്പൊ ഇന്റർജെക്ഷൻ എന്ന് പറഞ്ഞാല് എന്താ? നമ്മുടെ ഫീലിങ്സ് കാണിക്കുന്ന വേർഡുകൾ ഉണ്ടല്ലോ, ഓ, അലാസ്,
ഹുറേ എന്നൊക്കെ പറയുന്ന വാക്കുകൾ, ഫീലിങ്സ് കാണിക്കുന്നത്, അതിനെയാണ് നമ്മൾ പറയുക ഇന്റർജെക്ഷൻ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഓർത്താൽ മതി, നമുക്ക് ഇന്റർജെക്ഷൻ എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ ഇഞ്ചക്ഷൻ ഒക്കെ ഓർക്കാം. ഇഞ്ചക്ഷൻ ഒക്കെ തരുമ്പോൾ നമുക്ക് ഇതേപോലെ ഫീലിംഗ് ഒക്കെ വരും എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം കേട്ടോ. അപ്പൊ ഇവിടുത്തെ ആൻസർ വിത്ത് ഓപ്ഷൻ എ ആണ്, ഇന്റർജെക്ഷൻ. ഓക്കെ, അടുത്ത ചോദ്യം. ഐഡന്റിഫൈ ദി പാർട്ട് ഓഫ് ദി സ്പീച്ച് ഓഫ് ദി വേർഡ് ദ ഇൻ ദ സെന്റൻസ്. ദ ബുക്ക് ഇസ് ഓൺ ദി ടേബിൾ. ദ എന്ന് പറഞ്ഞാൽ എന്താ അറിയാലോ, എന്താണത്? ആർട്ടിക്കിൾ ആണ് അല്ലെ, ഡെഫിനറ്റ് ആർട്ടിക്കിൾ ആണ് ദ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. വിച്ച് പാർട്ട് ഓഫ് സ്പീച്ച് ഇസ് ദി വേർഡ് ടുമാറോ ഇൻ ദി സെന്റൻസ്? ഐ വിൽ റൺ ടുമാറോ. ഇവിടെ ടുമാറോ എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദ്യം. ഞാൻ എളുപ്പമുള്ള ചോദ്യം വേഗം പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അത് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതിയെ, ഞാൻ റിപ്പീറ്റ് ചെയ്യാം. യെസ്, ഓക്കെ 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 എല്ലാവരും ഒരേപോലെ തന്നെ ഓപ്ഷൻ എ പറയുന്നുണ്ട്. ഒരാൾ എ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും നൗൺ എന്ന് തന്നെ പറയാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും, സ്വാഭാവികം. നമുക്ക് നോക്കാം അല്ലെ. ഇവിടെ ഈ ടുമാറോ എന്തിനെ കുറിച്ചാണ് വിശേഷിപ്പിച്ചിട്ടുള്ളേ? ഐ വിൽ റൺ ടുമാറോ. ഓക്കെ, എന്തിനെ കുറിച്ചാണ് വിശേഷിപ്പിച്ചിട്ടുള്ളേ? ഞാൻ നാളെ ഓടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഞാൻ നാളെ ഓടും. ആ റണ്ണിനെ കുറിച്ചല്ലേ ഇവിടെ വിശേഷിപ്പിച്ചിട്ടുള്ളേ? ഞാൻ എപ്പോ ഓടും എന്ന് ചോദിക്കണേ എന്ത് പറയും? നാളെ അല്ലെ. അപ്പോ ഇവിടെ റണ്ണിനെ കുറിച്ച്, വെർബായിട്ടുള്ള റണ്ണിനെ കുറിച്ചാണ് ഇവിടെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പോ ഈ ടുമാറോ എന്താ? ആഡ്വർബ് ആണ് കേട്ടോ. മനസ്സിലായോ? അപ്പൊ ഒന്നും കൂടെ വിശേഷിപ്പിക്കുകയാണെങ്കിൽ ആഡ്വർബ് ഓഫ് ടൈം എന്ന് പറയും, സമയം. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത് ഇങ്ങനെ ടുമാറോ അങ്ങനെയൊക്കെ പറയുമ്പോ, അല്ലെങ്കിൽ ഒരു പ്ലേസ്, ഈ പ്ലേസും ഈ പറഞ്ഞ പോലെ തന്നെ ആഡ്വർബ് ആയിട്ട് വരാനുള്ള കേസ് ഉണ്ട്. ഓക്കെ, ആഡ്വർബ് ഓഫ് പ്ലേസ് എന്ന് പറയും. ഹിയർ, ദർ, ഷീ വിൽ ഗോ ദർ എന്ന് പറയുമ്പോൾ ഞാൻ എഴുതാം, ഷീ വിൽ ഗോ ദർ. ഈ ദർ എന്ന് പറയുന്നതും എന്താണ്? ആഡ്വർബ് ആണ്. മനസ്സിലായോ? അവൾ അവിടെ പോവും. അപ്പൊ ആ ഗോനെ കുറിച്ചാണ് ഇവിടെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതായത് വെർബിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്ന ഒന്നിനെ നമ്മൾ പറയുന്ന ആഡ്വർബ് എന്നാ. അപ്പൊ ദർ എന്ന് പറയുന്നത് ആഡ്വർബ് ഓഫ് പ്ലേസ്, സ്ഥലം. എവിടെ പോവും? അവിടെ അല്ലെ. അപ്പൊ ആഡ്വർബ് ഓഫ് പ്ലേസ് ആണ് ദർ. ഐ വിൽ റൺ ടുമാറോ, ആ റണ്ണിനെ കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുള്ളതാണ് ടുമാറോ. അപ്പൊ ടുമാറോ എന്താ? ആഡ്വർബ് ആണ്. ഓക്കെ, മനസ്സിലായോ? എല്ലാവർക്കും ക്ലിയർ ആയോ? അപ്പൊ അങ്ങനത്തെ ഉള്ള വാക്കുകളും കൂടെ ഉണ്ടെന്നുള്ളത് പഠിച്ചു വെക്കണം കേട്ടോ. ദർ, ഹിയർ, ടുമാറോ, അങ്ങനെ ടൈം വെച്ചിട്ട് പറയുന്നത്, അതിനെ നമുക്ക് ആഡ്വർബ് ആയിട്ട് പറയാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. താങ്ക് യു റിഞ്ചു. യെസ്, ഐഡന്റിഫൈ ദി പാർട്ട് ഓഫ് സ്പീച്ച് ഓഫ് ദി വേർഡ് ക്വിക്ക്ലി ഇൻ ദി സെന്റൻസ്. ഷീ ഫിനിഷ്ഡ് ദി ടാസ്ക് ക്വിക്ക്ലി. ഷീ ഫിനിഷ്ഡ് ദ ടാസ്ക് ക്വിക്ക്ലി. എങ്ങനെ ഫിനിഷ് ചെയ്തു? ക്വിക്ക് ആയിട്ട് അല്ലെ. അപ്പൊ ആ ക്വിക്ക്ലി എന്ന് പറയുന്നത് എന്താണ്? അറിയാലോ, ആഡ്വർബ് ആണ്. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ നമുക്കറിയാം എന്താ, ഈ പറഞ്ഞിട്ടുള്ള LY ചേർക്കുന്നത് മിക്കവാറും അത് ആഡ്വർബ് ആവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അറിയാം. ഓക്കെ, മനസ്സിലായോ? ഇവിടെ അവളെ കുറിച്ചല്ല, ഇവിടെ അവളെ കുറിച്ചാണോ വിശേഷിപ്പിച്ചിട്ടുള്ളേ? നോക്കിയിട്ട് പറഞ്ഞേ, അവളെ കുറിച്ചാണോ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഷീ ഫിനിഷ് ദി ടാസ്ക് ഓക്കെ ക്വിക്ക്ലി. അവള് എങ്ങനെ ഫിനിഷ് ചെയ്തു? എങ്ങനെ ഫിനിഷ് ചെയ്ത? വളരെ വേഗത്തിൽ തന്നെ അവള് ഫിനിഷ് ചെയ്തു അല്ലെ. ED ഉണ്ട്. ED ഉണ്ടെങ്കിൽ നമുക്കറിയാം അത് വെർബാണ്. വെർബിനെയല്ലേ നമ്മൾ ED വെച്ചിട്ട് പറയാ അല്ലെ. V2 ഫോം ഓഫ് ദി വെർബ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ ED ഉള്ള ആൾക്കാരൊക്കെ വെർബാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. എങ്ങനെയാ അവള് ഫിനിഷ് ചെയ്ത? വളരെ ക്വിക്ക് ആയിട്ട് അല്ലെ. അപ്പൊ ദാറ്റ് ഈസ് ആഡ്വർബ്. ഓക്കെ, അടുത്ത ചോദ്യം. ഐഡന്റിഫൈ ദി പാർട്ട് ഓഫ് സ്പീച്ച് ഓഫ് ദി വേർഡ് ബട്ട് ഇൻ ദ സെന്റൻസ്. ഐ വാണ്ടഡ് ടു ഗോ ബട്ട് ഐ വാസ് ടയേർഡ്. വേഗം പറഞ്ഞോളൂ. ബട്ട് എന്ന് പറയുന്നത് എന്താണ്? കൺജങ്ഷൻ ആണോ, ഇന്റർജെക്ഷൻ ആണോ, ആർട്ടിക്കിൾ ആണോ, പ്രോനൗൺ ആണോ? വേഗം പറഞ്ഞോളൂ. ദാറ്റ് ഈസ് കൺജങ്ഷൻ. രണ്ട് സെന്റൻസുകളെ ജോയിൻ ചെയ്യുന്ന ഒരു വേർഡ് ആണ് അല്ലെ. അപ്പൊ കൺജങ്ഷൻ ആണെന്നുള്ളത് അറിഞ്ഞു വെച്ചേക്കാം. അടുത്ത് നോക്കാം. ഐഡന്റിഫൈ ദി പാർട്ട് ഓഫ് ദി സെന്റൻസ് identify the part of speech bracketed in the sentence given below. Okay, the athlete ran with great speed. അപ്പൊ ഇവിടെ with great speed എന്ന് പറയുന്നത്
എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ആഡ്വർബ് ആണോ, ആഡ്വർബ് ഫ്രേസ് ആണോ, ആഡ്വർബ് ക്ലോസ് ആണോ, അഡ്ജക്റ്റീവ് ആണോ? അപ്പൊ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഈ പറഞ്ഞ പോലത്തെ അഡ്ജക്റ്റീവും ആഡ്വർബും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മളോട് ചോദിക്കുന്നത് എന്താ, ഫ്രേസും ക്ലോസും ആഡ്വർബും അങ്ങനെയുള്ള കുറച്ചധികം ആൾക്കാരുണ്ട് കേട്ടോ. അപ്പൊ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ള അത്രയും ആൾക്കാർ ആരെയാ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ള ഞാൻ ഒന്നുകൂടി കാണിക്കാം. വിത്ത് ഗ്രേറ്റ് സ്പീഡ്, ഇത്രയും കേട്ടോ, ഇത്രയും ആൾക്കാരുണ്ട്. വിത്ത് ഗ്രേറ്റ് സ്പീഡ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസറിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞു തന്നേക്കട്ടെ കേട്ടോ. എന്താണ് ക്ലോസ്, എന്താണ് ഫ്രേസ്? ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ആണ് ചോദിക്കും കേട്ടോ, ചോദിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോ ക്ലോസ് ഫ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ആദ്യം തന്നെ ഫ്രേസ് നോക്കാം. ഫ്രേസ് എന്ന് പറഞ്ഞാല് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ഇല്ലാത്ത അല്ലെങ്കിൽ സബ്ജക്റ്റ് വെർബ് ഇല്ലാത്ത ഒരു പോർഷനെയാണ് നമ്മൾ ഫ്രേസ് എന്ന് പറയാം. സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ ഉണ്ടാവില്ല കേട്ടോ. സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ ഇല്ലാത്തതിനെയാണ് എന്ത് പറയാ, ഫ്രേസ്. അതേസമയം സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ ഉള്ള ഒന്നിനെ നമ്മൾ എന്താ പറയാ, ക്ലോസ് എന്ന് പറയും. ഇതിപ്പോ പഠിക്കും, എക്സാമിന് ഇരിക്കുമ്പോ അയ്യോ ഏതായിരുന്നു ക്ലോസ് ഏതായിരുന്നു ഫ്രേസ് എന്ന് മാറിപ്പോകും അല്ലെ. അപ്പൊ എങ്ങനെ ഓർക്കുക, നമ്മുടെ ഫ്രേസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രേസൽ വെർബ് ആലോചിക്കാം. ഫ്രേസൽ വെർബ് ഏതൊക്കെയുള്ളത്? പുട്ട് ഓഫ്, മിക്കവാറും പുട്ട് വെച്ചിട്ടുള്ള ഫ്രേസൽ വെർബ് തന്നെയായിരിക്കും നിങ്ങളുടെ മൈൻഡിലോട്ട് വരിക അല്ലെ. പുട്ട് ഓഫ്, പുട്ട് ഓൺ, ഇതൊക്കെ ആയിരിക്കും. അപ്പൊ പുട്ട് ഓഫ് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു സബ്ജക്റ്റ് ഉണ്ടോ? ഇല്ല അല്ലെ, വെർബ് മാത്രമേ ഉള്ളൂ. അപ്പോ സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ ഇല്ലാത്ത ഒന്നിനെ നമ്മൾ എന്ത് പറയും, ഫ്രേസ്. ആ ഫ്രേസൽ വെർബ് ഓർത്താൽ മതി, തെറ്റിക്കില്ലല്ലോ. എല്ലാവർക്കും ഓക്കെ ആണോ? ഒന്ന് കമന്റ് ചെയ്തേ. സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ ഇല്ലാത്തതിനെ ഫ്രേസ് എന്ന് പറയും. ഫ്രേസൽ വെർബ് ആലോചിക്കാം. ഫ്രേസൽ വെർബിനകത്ത് നമുക്ക് സബ്ജക്റ്റ് ഇല്ല, വെർബ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ ഉള്ളതിനെ നമ്മൾ പറയുന്നത് ക്ലോസ് എന്നാണ് പറയാ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നോക്കാം. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ള ആ പോർഷന്റെ എന്താണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. വിത്ത് ഗ്രേറ്റ് സ്പീഡ്. ഇവിടെ മനസ്സിലാക്കണം, ഇവിടെ ഒരു വേർഡ് അല്ല വന്നിട്ടുള്ളത് അല്ലെ. ഇപ്പൊ അത്ലറ്റ് റാൻ ഫാസ്റ്റ്, ഫാസ്റ്റ്ലി എന്ന് നമ്മൾ പറയില്ല, അതും കൂടെ അറിഞ്ഞു വെച്ചേക്ക് കേട്ടോ. ഇനിയിപ്പോ കഷ്ടകാലത്തിന് അത് ചോദിക്കുകയാണെങ്കിലോ, ഫാസ്റ്റ് എന്നേ പറയുള്ളൂ. ഫാസ്റ്റ്ലി എന്നുള്ള ഒരു വാക്ക് ഇംഗ്ലീഷിൽ ഇല്ല. ഇത് തെറ്റായിട്ട് പറഞ്ഞ് ശീലിച്ചിട്ടുള്ളതാണ്. ഫാസ്റ്റ്ലി നമ്മൾ പറയില്ല കേട്ടോ. അത്ലറ്റ് റാൻ ഫാസ്റ്റ് എന്നേ പറയുള്ളൂ. അപ്പൊ ഫാസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയും അത് ആഡ്വർബ് ആണെന്ന്. പക്ഷേ ഇവിടെ നോക്കിയേ, വിത്ത് ഗ്രേറ്റ് സ്പീഡ്, ഒന്നിൽ കൂടുതൽ വേർഡ്സുകൾ ഉണ്ട് അല്ലെ. വിത്ത് ഉണ്ട്, ഗ്രേറ്റ് ഉണ്ട്, സ്പീഡും ഉണ്ട്. അപ്പൊ ഒന്നിൽ കൂടുതൽ വേർഡ്സ് ഉണ്ടെങ്കിൽ അത് ഒന്നല്ലെങ്കിൽ ഒരു ഫ്രേസ് അല്ലെങ്കിൽ ക്ലോസ് ആയിരിക്കും. ഫ്രേസ് അല്ലെങ്കിൽ ക്ലോസ് എന്ന് പറഞ്ഞാൽ സെന്റൻസിന്റെ ഒരു കുഞ്ഞു പോർഷൻ, അതിനെയാണ് നമ്മൾ ഫ്രേസ് അല്ലെങ്കിൽ ക്ലോസ് എന്ന് പറയുന്നത്. ഫ്രേസ് ആണെന്ന് മനസ്സിലാവുന്നത് സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ ഇല്ല, ക്ലോസ് ആണെങ്കിൽ സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ ഉണ്ട്. ഇപ്പൊ ഇവിടെ നോക്കുമ്പോ വിത്ത് ഗ്രേറ്റ് സ്പീഡ്, ഇനി നമുക്ക് നോക്കാം. അത്ലറ്റ് റാൻ, റാൻ എന്ന് പറയുമ്പോൾ വെർബ. എങ്ങനെയാ ഓടിയത്? വിത്ത് ഗ്രേറ്റ് സ്പീഡ്. അതായത് റാൻ എന്ന് പറയുന്ന വെർബാണ്, അതിനെ കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുള്ള വാക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത്രയും സമ്മതിച്ചോ? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഇവിടെ നോക്കാം. വിത്ത് ഗ്രേറ്റ് സ്പീഡ് എന്ന് പറയുമ്പോ ഓക്കെ, വിത്ത് ഗ്രേറ്റ് സ്പീഡ്, അവിടെ ഒരു സബ്ജക്റ്റ് ഉണ്ടോ? ആ പോർഷൻ മാത്രം നോക്ക്. വിത്ത് ഗ്രേറ്റ് സ്പീഡ്, അവിടെ ഒരു സബ്ജക്റ്റ് ഉണ്ടോ? ഇല്ല അല്ലെ, വെർബ് മാത്രമല്ലേ ഉള്ളൂ. വിത്ത് ഗ്രേറ്റ് സ്പീഡ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു സബ്ജക്റ്റ് ഇല്ല. സബ്ജക്റ്റ് ഇല്ലെങ്കിൽ അതെന്തായിരിക്കും? സബ്ജക്റ്റ് ഇല്ലെങ്കിൽ എന്തായിരിക്കും? അത് ഫ്രേസ് ആണ് അല്ലെ. മനസ്സിലാവുന്നുണ്ടോ? അത്ലറ്റ് റാൻ നോക്കണ്ട, ആ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ള പോർഷൻ മാത്രം. വിത്ത് ഗ്രേറ്റ് സ്പീഡ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അത്ലറ്റ് ഉണ്ടെങ്കിൽ ശരിയാണ്, സമ്മതിച്ചു. ഈ പറഞ്ഞ പോലെ സബ്ജക്റ്റ് ഉണ്ട്, പക്ഷെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വിത്ത് ഗ്രേറ്റ് സ്പീഡ് ആണ്. ഓക്കെ, അപ്പോ സബ്ജക്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്താ വരിക? അത് യെസ്, ഫ്രേസ് ആണ് അല്ലെ. അപ്പൊ ഇവിടുത്തെ ആൻസർ ആഡ്വർബ് ഫ്രേസ് ആണ്. മനസ്സിലായോ എല്ലാവർക്കും? ക്ലിയർ ആണോ? ഇങ്ങനത്തെ ഒരു ചോദ്യം എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂരിഭാഗം ആൾക്കാരും തെറ്റിക്കും. ചോദിച്ചിട്ടുണ്ട് കേട്ടോ, PSC ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഭൂരിഭാഗം ആൾക്കാരും തെറ്റിക്കും. അപ്പൊ അവിടെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നെക്സ്റ്റ് വൺ. ഓക്കെ, ഐഡന്റിഫൈ ദി ക്ലോസ് ഇൻ ദി ബ്രാക്കറ്റ്. മൈ ഫ്രണ്ട് ഹെൽപ്ഡ് മീ വെൻ ഐ വാസ് ഇൻ ഡേഞ്ചർ. ഇവിടെ വെൻ ഐ വാസ് ഇൻ ഡേഞ്ചർ എന്ന് പറയുന്നത് എന്താണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക.
ഒന്ന് കമന്റ് ചെയ്യൂ കേട്ടോ. ഓപ്ഷൻ പറയണേ, ക്ലോസ് ആണോ ഫ്രേസ് ആണോ എന്നല്ല, മൊത്തത്തിലുണ്ട്. അഡ്ജക്റ്റീവ് ക്ലോസ് ഉണ്ട്, ഫ്രേസ് ഉണ്ട്, നെഗറ്റീവ് ക്ലോസ് ഉണ്ട്, ആഡ്വർബ് ക്ലോസ് ഉണ്ട്. നമുക്ക് നോക്കാം അല്ലേ? ഓക്കെ. അപ്പൊ ആദ്യം തന്നെ ഞാനിപ്പോ എക്സാമിന് എനിക്ക് ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം എങ്ങനെയാന്ന് നോക്കിക്കോളൂ കേട്ടോ. ഈ ബ്രാക്കറ്റിൽ നമ്മൾ നോക്കണം അല്ലെ, വെൻ ഐ വാസ് ഇൻ ഡേഞ്ചർ. അപ്പൊ ഇവിടെ ഐ ഉണ്ട്. ഐ എന്ന് പറഞ്ഞാൽ സബ്ജക്ട്, വാസ് എന്ന് പറഞ്ഞാൽ വെർബ്. സബ്ജക്ട് വെർബ് കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ക്ലോസ് എന്ന് പറയും. അപ്പൊ ആദ്യം തന്നെ ഞാൻ ക്ലോസ് ആണെന്നുള്ള കാര്യം തീരുമാനിച്ചു. അഡ്ജക്റ്റീവ് ഫ്രേസിനെ എടുത്ത് മാറ്റി. അപ്പോൾ നെഗറ്റീവ് ക്ലോസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നെഗറ്റീവ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ക്ലോസിനെ ഒഴിവാക്കി. ഒന്നല്ലെങ്കിൽ അഡ്ജക്റ്റീവ് ക്ലോസ് അല്ലെങ്കിൽ ആഡ്വർബ് ക്ലോസ്. അഡ്ജക്റ്റീവ് ആണോ ആഡ്വർബ് ആണോ എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ്. മൈ ഫ്രണ്ട് ഹെൽപ് മീ. എപ്പോ ഹെൽപ്പ് ചെയ്തു? എപ്പോഴാ ഹെൽപ്പ് ചെയ്തേ? ആരാ ഹെൽപ്പ് ചെയ്തെന്നല്ല, എപ്പോഴാ ഹെൽപ്പ് ചെയ്തേ? മൈ ഫ്രണ്ട് ഹെൽപ് മീ. ഈ ഒരു ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ള ഭാഗത്തെ കുറിച്ച് ഇവിടെയാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ആരാ? തൊട്ട് മുമ്പത്തെ ആളെ നോക്കൂ. ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ആരാ? അല്ല, ആരാന്നല്ല, എപ്പോഴാ? വെൻ ഐ വാസ് ഇൻ ഡേഞ്ചർ അല്ലേ? അപ്പൊ മൈ ഫ്രണ്ട് ഹെൽപ് മീ വെൻ ഐ വാസ് ഇൻ ഡേഞ്ചർ. ഹെൽപ്പ് എന്ന് പറയുന്നത് വെർബാണ്, ഇഡി ഉണ്ട് അല്ലെ? അപ്പോ ഈ വെർബിനെ കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. അപ്പൊ എന്തായിരിക്കും അത് ആഡ്വർബ് ക്ലോസ് ആണ്. മനസ്സിലായോ? ക്ലിയർ ആയോ? അഡ്ജക്റ്റീവ് ക്ലോസിലേക്ക് ഞാൻ വരാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും കേട്ടോ. ഈ ബ്രാക്കറ്റിൽ കൊടുത്തുള്ള ഭാഗത്തിന്റെ തൊട്ട് മുമ്പ് നോക്കി, ഹെൽപ്ഡ് എന്ന് കണ്ടില്ലേ? ഹെൽപ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? വെർബാണ് അല്ലെ? അപ്പൊ വെർബിനെ കുറിച്ചല്ലേ അവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടില്ലേ? വെൻ ഐ വാസ് ഇൻ ഡേഞ്ചർ മൈ ഫ്രണ്ട് ഹെൽപ് മീ. ഹെൽപ്പ് ചെയ്തു വെൻ ഐ വാസ് ഇൻ ഡേഞ്ചർ. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, വിച്ച് പാർട്ട് ഓഫ് സ്പീച്ച് ഇസ് ദി വേർഡ് അണ്ടർ ഇൻ ദി സെന്റൻസ്? ദ കാറ്റ് ഇസ് അണ്ടർ ദ ടേബിൾ. നമുക്ക് അറിയാലോ, അണ്ടർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രപ്പോസിഷൻ ആണ് അല്ലെ? എബവ്, ബിലോ, അണ്ടർ, ബെനീത്ത്, ഇതൊക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ കോൺകോഡിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഞാനത് എടുത്തതാണ് കേട്ടോ. നമ്മൾ ഡിസ്കസ് ചെയ്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്ത ഒരു ക്വസ്റ്റ്യൻ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് ചോദിച്ചതാണ്. സോറി, ഇവിടുത്തെ ഓപ്ഷൻ മാറിക്കിടക്കുന്നുണ്ട്. ഞാൻ ഓപ്ഷൻ ഒന്നും കൂടെ ഇട്ടേക്കട്ടെ. ഒരു ഇസ്സും ഉണ്ട്, ഒരു ഹാസും ഉണ്ട്. ഓപ്ഷൻസ് കുറച്ച് അധികം ഇരിക്കട്ടെ. പറഞ്ഞോളൂ. ദ കട്ട്ലറി ഐ ബോട്ട് യെസ്റ്റർഡേ ഡാഷ് ക്വൈറ്റ് എക്സ്പെൻസീവ്. ഈ അടുത്ത ഏതൊരു എക്സാമിന് കേട്ടോ, അധികമൊന്നും ആയിട്ടില്ല, ഒരു വർഷത്തിനുള്ളിൽ നടന്നിട്ടുള്ള ഏതൊരു എക്സാം ആണ്. ഒരു വർഷമായിട്ടില്ല എന്ന് പറഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ. ദ കട്ട്ലറി ഐ ബോട്ട് യെസ്റ്റർഡേ. ഇസ് ആണോ? വെരി ഗുഡ്. ആൻസർ ഇസ് ആണ്. യെസ്റ്റർഡേ കണ്ട് തെറ്റിദ്ധരിച്ച് വേർ എന്നുള്ള ആൻസറിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി സെലക്ട് ചെയ്തതാണ് കേട്ടോ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും സബ്ജക്ട് നോക്കുക, കട്ട്ലറി ആണ്. കട്ട്ലറീനെ നമ്മൾ എങ്ങനെ എടുക്കുക? അതിനെപ്പോഴും നമ്മൾ സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇസ് പറയണം. യെസ്റ്റർഡേ കണ്ടിട്ട് വേർ എന്നുള്ള ആൻസറിലോട്ട് പോവരുത്. ഓക്കെ, ഇന്നലെ വാങ്ങിച്ചിട്ടുള്ള കട്ട്ലറി ആണെങ്കിലും ഓക്കെ എക്സ്പെൻസീവ് ആണ് അല്ലേ? അപ്പൊ അതൊരു ഫാക്ട് ആണല്ലോ. അപ്പൊ ഫാക്ട് ഒക്കെ ആണെങ്കിൽ നമ്മൾ സിമ്പിൾ പ്രസന്റൻസിലല്ലേ പറയാ. അതാണ് റീസൺ കേട്ടോ. അപ്പൊ ആരും തെറ്റിച്ച് ആൻസർ ചെയ്യരുത്. അതുകൊണ്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്ത് കണ്ടപ്പോ സെലക്ട് ചെയ്തതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ മൂവി ബ്രാക്കറ്റില് വിച്ച് വി വാച്ച് യെസ്റ്റർഡേ വാസ് അമേസിംഗ്. ഇവിടെ വിച്ച് വി വാച്ച് യെസ്റ്റർഡേ എന്ന് പറയുന്നത് ഏതാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. പോരട്ടെ. ദ മൂവി വിച്ച് വി വാച്ച് യെസ്റ്റർഡേ. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് വി ഉണ്ട്, വാച്ച്ഡും ഉണ്ട്. അപ്പൊ മനസ്സിലായി, ക്ലോസ് ആണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പൊ നമുക്ക് ഫ്രേസിനെ എടുത്ത് മാറ്റാം.
മൂവിയാണ്. മൂവി എന്ന് പറഞ്ഞാൽ എന്താ? നൗൺ ആണ് അല്ലെ? അപ്പൊ നൗണിനെ കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണെങ്കിൽ അത് അഡ്ജക്റ്റീവ് ആണ്. വെരി ഗുഡ് ഓൾ ഓഫ് യു. എല്ലാവരും കറക്റ്റ് ആയിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ട് അഡ്ജക്റ്റീവ് ക്ലോസ്. ഇപ്പൊ മനസ്സിലായോ വ്യത്യാസം? അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, എന്താ ഹീ ഈസ് ദ ഫ്രണ്ട് ഹൂ ഹെൽപ്ഡ് മീ, അങ്ങനെയും വേണമെങ്കിൽ വരാം. ഹീ ഈസ് ദ ഫ്രണ്ട്, അപ്പൊ അവനെ കുറിച്ചാണ് അവിടെ വിശേഷിപ്പിച്ചുള്ളത്. ഹൂ ഹെൽപ്ഡ് മീ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത് അഡ്ജക്റ്റീവ് ആയിട്ട് വരും അല്ലെ? അപ്പൊ ഹീ ഇസ് ദ ഫ്രണ്ട് ഹൂ ഹെൽപ്ഡ് മീ. മനസ്സിലായോ? അല്ലെങ്കിൽ ദ മൂവി വിച്ച് വി വാച്ച് യെസ്റ്റർഡേ, ആ മൂവിനെ കുറിച്ചാണ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ അഡ്ജക്റ്റീവ് ആണ് വരിക. പിന്നെ ക്ലോസ് ആണോ ഫ്രേസ് ആണോ നോക്കാൻ എളുപ്പമല്ലേ? സബ്ജക്റ്റും വെർബും ഉണ്ടെങ്കിൽ അത് ക്ലോസ് ആണ്, അല്ലെങ്കിൽ അത് ഫ്രേസ് ആണ്. എക്സാമിന് മാറിപ്പോണ്ട, ഫ്രേസൽ വെർബ് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഷീ ഈസ് ഗോയിങ് വിത്ത് ഹെർ ഫ്രണ്ട്സ്. വിത്ത് എന്ന് പറയുന്നത് എന്താ? പറട്ടെ. ഷീ ഈസ് ഗോയിങ് വിത്ത് ഹെർ ഫ്രണ്ട്സ്, എന്താണത്? പ്രപ്പോസിഷൻ ആണ്. വെരി ഗുഡ്, പ്രപ്പോസിഷൻ, ഓപ്ഷൻ എ. ഇനി അടുത്തത്, ഹീ സ്പോക്ക് എക്സൈറ്റഡ്ലി അബൌട്ട് ദി ട്രിപ്പ്. എക്സൈറ്റഡ്ലി എന്ന് പറയുന്നത് എന്താ? വേഗം പറഞ്ഞേ. അറിയാലോ, LY വെച്ച് അവസാനിക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ അത് ഏതാ? ആഡ്വർബ് ആണ്. സ്പോക്കിനെ കുറിച്ചാണ് ഇവിടെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. സ്പോക്ക് എന്ന് പറയുന്ന വെർബാണ്, അതുകൊണ്ട് തന്നെ എക്സൈറ്റഡ്ലി എന്ന് പറയുന്നത് വെർബിനെ കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ആഡ്വർബ് ആണ്. അടുത്തത്, ഷീ ഹാസ് എ ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ്. ഓക്കെ, വേഗം ആൻസർ പറഞ്ഞോ. നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ വേഗം ആൻസർ പറഞ്ഞോളൂ. ഡൗട്ട് ഉണ്ടോ? ഷീ ഹാസ് എ ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ്, വേഗം പറ. യെസ് അനീഷ, ആഡ്വർബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും വേഗം ആൻസർ ചെയ്യും. LY കാണുമ്പോൾ അങ്ങനെ എപ്പോഴും തെറ്റിദ്ധരിക്കരുത്. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താ? ആറ്റിറ്റ്യൂഡ്, ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു നൗൺ ആണ് അല്ലെ? ഷീ ഹാസ് എ ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ്, ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു നൗൺ ആണ്. അപ്പൊ നൗണിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്നതും എന്താ? അത് അഡ്ജക്റ്റീവ് ആണ്. അപ്പോ ഈ ഫ്രണ്ട്ലി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. അപ്പൊ ഞാൻ പറയാണ്, ഹീ ഈസ് എ ഫ്രണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട്, ഹീ ഈസ് എ ഫ്രണ്ട്ലി പേഴ്സൺ, ഇത് കാണുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും അല്ലെ? പേഴ്സണിനെ കുറിച്ചാണ് ഇവിടെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. പേഴ്സൺ എന്ന് പറയുന്നത് നൗൺ ആണ് അല്ലെ? അപ്പോ ഫ്രണ്ട്ലി എന്ന് പറയുന്നത് എന്താ? അഡ്ജക്റ്റീവ് ആണ്. മനസ്സിലായോ? അപ്പോ മിക്കവാറും PSC പോയിന്റ് ഓഫ് വ്യൂവില് LY വെച്ച് അവസാനിക്കുന്നത് 90% കേസുകളിലും ആഡ്വർബ് തന്നെ ആയിരിക്കും. അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോളൂ കേട്ടോ. പക്ഷെ ഇങ്ങനെയുള്ള എക്സെപ്ഷൻ കൂടെ ഉണ്ടെന്നുള്ളത് അറിഞ്ഞു വെച്ചേക്കാം. നെഗറ്റീവ് അടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ആഡ് ചെയ്തത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്യണം, ആ വെർബിനെ കുറിച്ചാണോ വിശേഷിപ്പിച്ചിട്ടുള്ളത്. PSC പോയിന്റ് ഓഫ് വ്യൂവില് 90%ഉം LY വെച്ച് അവസാനിക്കുന്നത് ആഡ്വർബ് തന്നെയാണ്. പക്ഷെ നമ്മുടെ കഷ്ടകാലത്തിന് വല്ലതും ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ മാർക്ക് പോണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. ഓക്കെ, മനസ്സിലായോ? ഇനി ഒരു കാര്യം കൂടെ ഞാൻ ഷോർട്ടാക്കി പറയാം. അഡ്ജക്റ്റീവ് ആണോന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യണ്ടേ? ഇപ്പൊ കറേജിയസ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണോ, ആഡ്വർബ് ആണോ, നൗൺ ആണോ? അങ്ങനെ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? കറേജിയസ് എന്ന് പറയുന്നത് പറയാവോ? അപ്പൊ നമ്മുടെ അടുത്തൊരു വേർഡ് കൊടുത്തിട്ട് അത് അഡ്ജക്റ്റീവ് ആണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇതിന് ശേഷം എന്തെങ്കിലും ഒരു നൗൺ ഇട്ട് കൊടുക്കുക. ഇപ്പൊ പേഴ്സൺ എന്നോ അല്ലെങ്കിൽ ഗേൾ എന്നോ അല്ലെങ്കിൽ ബോയ് എന്നോ ഒക്കെ ഇട്ട് കൊടുക്കുക ഈ കറേജിയസിന് ശേഷം. എന്നിട്ട് അങ്ങനെ നമ്മൾ പറയാറുണ്ടോ നോക്കുക. കറേജിയസ് പേഴ്സൺ പറയാറില്ലേ? കറേജിയസ് പേഴ്സൺ പറയാറുണ്ട് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ അത് അഡ്ജക്റ്റീവ് ആണ്. അപ്പോ നമുക്ക് കിട്ടുന്ന ഒരു നൗണിനെ ആഡ് ചെയ്ത് നോക്കി കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും, അതെന്താന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടും കേട്ടോ. അങ്ങനെ ചെയ്ത് നോക്കുക. പിന്നെ LY വെച്ചിട്ട് അവസാനിക്കുന്നത് മിക്കവാറും എന്തായിരിക്കും? അത് വെർബ് ആയിരിക്കും എന്നുള്ള കാര്യം അറിഞ്ഞു വെക്കുക. ഓക്കെ, പിന്നെ വെർബ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? വെർബിനെ നമുക്ക് പല രീതിയിൽ പറയാൻ പറ്റും അല്ലെ? ഇപ്പൊ എങ്ങനെയാ? റൺ ആണെങ്കിൽ റണ്ണ്, റാൻ, റൺ. ഓക്കെ, അല്ലെങ്കിൽ വർക്ക്, വർക്ക്ഡ്, വർക്ക്ഡ്. അങ്ങനെ പല രീതിയിൽ V1 V2 V3 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ല. അങ്ങനെ പല രീതിയിൽ പറയാൻ പറ്റുന്ന ഒന്നിനെയാണ് നമ്മൾ എന്ത് പറയാ? വെർബ് എന്ന് പറയാം. അപ്പൊ വെർബ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ പല രീതിയിൽ ING ഒക്കെ വെച്ചിട്ട് പറഞ്ഞു നോക്കാൻ പറ്റും. കറേജിയസ് നോക്കിയേ, വെർബാണോ? എങ്ങനെയാ നോക്കുക? കറേജിയസിങ് എന്നൊക്കെ നമ്മൾ പറയോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് വെർബല്ല കേട്ടോ. അപ്പൊ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മുടെ പാർട്സ് ഓഫ് സ്പീച്ച് നമ്മൾ തീർത്തിട്ടുണ്ട്. ചോദിക്കാൻ ചാൻസ് ഉള്ള ടൈപ്പുള്ള ക്വസ്റ്റ്യൻസും തെറ്റിക്കാൻ ചാൻസ് ഉള്ള ടൈപ്പുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക് ആയിരിക്കണം. ക്വസ്റ്റ്യൻ ടാഗ് ഇഷ്ടമായിരിക്കും അല്ലേ? വേഗം ആൻസർ പറഞ്ഞു. രേഖ സ്റ്റേയിങ് ഇൻ ദി കോളേജ് ഹോസ്റ്റൽ. എന്തായിരിക്കും ക്വസ്റ്റ്യൻ ടാഗ്? എന്തായിരിക്കും വരിക? എസെൻഷി ആണ്. ഓക്കെ, അപ്പോ എത്രയൊക്കെ ക്വസ്റ്റ്യൻ ടാഗ് അറിയാന്ന് പറഞ്ഞാലും എക്സാം ഹാളിൽ നിങ്ങൾ ഇത് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. ഇത് പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ് എന്ന് എഴുതി വെച്ചോണം കേട്ടോ. എത്രയൊക്കെ അറിയാന്ന് പറഞ്ഞാലും നമുക്ക് നെഗറ്റീവ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ മൈൻഡ് ഓക്കെ ആയിരിക്കില്ല, നമുക്ക് കുറച്ച് ടെൻഷനൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എഴുതി വെച്ചേക്കാം. അപ്പൊ ഇസെന്റ് ഓക്സിലറി വെർബിനെ കിട്ടി, നോട്ടും കൂടെ ചേർത്തിട്ട് എസെൻഷി. ഇനി അടുത്തത് ദീസ് ആർ ഗുഡ് പിക്ചേഴ്സ്. വേഗം പറഞ്ഞോളൂ, നിങ്ങൾ സ്പീഡിൽ ആൻസർ പറഞ്ഞോളൂ കേട്ടോ. നമുക്ക് ഇത്തിരി സ്പീഡ് കൂട്ടാം. 10 ദിവസം കൊണ്ട് തീർക്കേണ്ടതല്ലേ, അപ്പൊ ഇത്തിരി ഒന്ന് സ്പീഡ് കൂട്ടാണ്. ഒന്ന് സ്പീഡിൽ പറയൂ. ദീസ് ആർ ഗുഡ് പിക്ചേഴ്സ്. ആറിന്റെ ദീസ് എന്ന് പറയരുത്, ആറിഞ്ച് ദേ പറയുള്ളൂ കേട്ടോ. ആറിഞ്ച് ദേ ആണ് ആൻസർ ആയിട്ട് വരും. അപ്പൊ ദീസ് വെച്ചിട്ട് തുടങ്ങുകയാണെങ്കിലും എന്ത് പറയണം? ദേ വേണം യൂസ് ചെയ്യാനായിട്ട്. ആറിന്റെ ഇത് പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ് അല്ലേ? ഓക്കെ. അടുത്ത ചോദ്യം. നോ വൺ ഇസ് ലേറ്റ് ടുഡേ. നോ വൺ ഇസ് ലേറ്റ് ടുഡേ. അപ്പൊ ആദ്യം എന്താ ചെയ്യണ്ടേ? ആദ്യം എഴുതി വെക്കേണ്ടത് ഇത് നെഗറ്റീവ് ആണ് കേട്ടോ. തെറ്റിക്കുന്നുണ്ടോ? നോ എന്ന് പറയുമ്പോൾ നെഗറ്റീവ്, നോ വൺ എന്ന് പറയുമ്പോൾ നെഗറ്റീവ്. അപ്പൊ ഇവിടെ പോസിറ്റീവ്. അത് ആദ്യം എഴുതി വെക്കണം കേട്ടോ. കാരണം ഈ സംഭവം, ഈ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾസ് ആണ്. പക്ഷെ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് തെറ്റിക്കാനുള്ള ചാൻസ് വരും കേട്ടോ. പോസിറ്റീവ് ആണ്. അപ്പൊ നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. ഓക്കെ, ഇതുമല്ല എന്ന് മനസ്സിലായി. എസിനെ കിട്ടി. പിന്നെ നോ വൺ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ദേ ആയിരിക്കും ചേർക്കുക. എന്നിട്ട് ലാസ്റ്റ് നോക്കുക, എസ് ദേ നമ്മൾ പറയോ? ഇല്ല, കാരണം ദേ എന്ന് പറയുന്നത് പ്ലൂറലാണ്. അപ്പൊ അതിന്റെ ഫ്രണ്ടിൽ നമ്മൾ ആറേ പറയാൻ പാടുള്ളൂ. സോ ആൻസർ ആറ് ദേ ആണ്. കിട്ടിയോ? ഓക്കെ അല്ലേ? ശ്രദ്ധിച്ചോണം കേട്ടോ. അടുത്ത് നോക്കാം. കോമൺ ആയിട്ട് ഞാൻ മിക്കവാറും എനിക്ക് തെറ്റുന്ന ഒരു സംഭവം ഈ ക്വസ്റ്റ്യൻ ഉണ്ടാകാൻ ശ്രദ്ധിക്കാഞ്ഞിട്ടാണത്. അടുത്ത് നോക്കാം. ഹി കുഡ് ഹാവ് കം ഹിയർ യെസ്റ്റർഡേ. അപ്പൊ ആദ്യം പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്. ആൻസർ പറഞ്ഞോളൂ. യെസ്, കുഡിന്റ് ആണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ആദ്യം വന്നുള്ളത് കുഡാണ്. കുഡിനെ തന്നെ പരിഗണിക്കണം. അല്ലാണ്ട് ഇവിടെ ഹാവ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അതിന്റെ പുറകെ പോകരുത് കേട്ടോ. ആദ്യം വന്നിട്ടുള്ള ആളെ നമ്മൾ പരിഗണിച്ചിട്ട് വേണം ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് ഇടാനായിട്ട്. കുഡിന്റ്, ഹി ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ. അടുത്തത്, ഡോണ്ട് ലുക്ക് അറ്റ് മീ ലൈക്ക് ദാറ്റ്. ഡോണ്ട് ലുക്ക് അറ്റ് മീ ലൈക്ക് ദാറ്റ്. പ്രശ്നമായോ? പറ. ഓക്കെ, അപ്പൊ ഞാനൊരു കാര്യം പറയാം, ശ്രദ്ധിച്ചോണേ. ഈ ഡോണ്ട് എന്ന് പറയുമ്പോൾ എന്താ? ഈ ഡോണ്ട് കാണുമ്പോൾ അപ്പൊ മനസ്സിലാക്കിക്കോണം, ഇംപെരേറ്റീവ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അല്ലെ? ഡു നോട്ടിനെയാണ് നമ്മൾ ഷോർട്ട് ഫോം ആക്കിയിട്ട് ഡോണ്ട് എന്നുള്ള രീതിയിൽ എഴുതുന്നത്. ഓക്കെ, അപ്പൊ ഡു എന്ന് പറഞ്ഞാൽ വെർബാണ് അല്ലെ? ഡു, ഡസ്, ഡിഡ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു ഇംപെരേറ്റീവ് സെന്റൻസാ. ഇംപെരേറ്റീവ് സെന്റൻസ് ആണെങ്കിൽ നമ്മുടെ ആൻസർ ഒന്നല്ലെങ്കിൽ വോണ്ട് യു, അല്ലെങ്കിൽ കാൺട് യു, അല്ലെങ്കിൽ വിൽ യു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ആൻസർ. ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഇവിടെ നെഗറ്റീവ് ഇംപെരേറ്റീവ് ആണെങ്കിൽ, ഡോണ്ട് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് അല്ലേ? ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ നമ്മുടെ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. മനസ്സിലായോ? നമ്മുടെ ആൻസർ എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ആൻസർ ആയിരിക്കും വരിക. അപ്പൊ ആൻസർ വിൽ യു ആണ് വരിക കേട്ടോ. മനസ്സിലായല്ലോ? ഈ 3 എണ്ണത്തില് ഒരെണ്ണമായിരിക്കും വരിക. 3 എണ്ണത്തില് ബാക്കി 2 എണ്ണം നെഗറ്റീവ് അല്ലേ? അപ്പൊ പോസിറ്റീവ് ആൻസർ ചെയ്താൽ വിൽ യു ആണ് ആൻസർ ആയിട്ട് വരിക. മനസ്സിലായോ എല്ലാവർക്കും? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഡോണ്ട് കണ്ടിട്ട് നോട്ട് മാറ്റി നെഗറ്റീവ് മാറ്റി പോസിറ്റീവ് ആക്കുന്ന പരിപാടി അല്ല കേട്ടോ. ശ്രദ്ധിച്ചോണേ. ഇംപെരേറ്റീവ് ആയതുകൊണ്ട് തന്നെ ഈ 3 എണ്ണത്തിൽ ഒരെണ്ണേ ആൻസർ ആയിട്ട് വരുള്ളൂ കേട്ടോ.
അടുത്ത ക്വസ്റ്റിന് വേഗം ആൻസർ പറഞ്ഞു തന്നേ. ഷീ ഈസ് യൂസ് ടു സ്ലീപ്പിംഗ് എലോൺ. വേഗം പറ, സിമ്പിൾ. പോസിറ്റീവ് നെഗറ്റീവ് എഴുതി വെച്ചോണം കേട്ടോ. ആൻസർ തെറ്റിക്കരുത്. ആദ്യം വന്നിട്ടുള്ള ആളെ പരിഗണിക്കണം. ആദ്യം വന്നിട്ടുള്ളത് ഇസ് ആണ്. ED കണ്ടിട്ട് ഡിഡ് കൂട്ടിയിട്ട് പറയരുത്. ആദ്യം വന്നിട്ടുള്ള ആളെ പരിഗണിക്കണം. അപ്പൊ ആൻസർ ഇസ് ആൻഡ് ഷീ ആണ്. ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നെഗറ്റീവ് അല്ലേ? ഇസ് ആൻഡ് ഷീ ആണ് ആൻസർ കേട്ടോ. തെറ്റിക്കരുത്. തെറ്റിക്കും എന്ന് തോന്നിയതുകൊണ്ടാണ് ഈ ക്വസ്റ്റൻ ഇൻക്ലൂഡ് ചെയ്തത്. സുമ ആൻഡ് ഹെർ സിസ്റ്റർ നീഡിന്റ് കം ടുമാറോ. പോരട്ടെ. Suma and her sister needn't come tomorrow. She ആണോ അനുജിത്ത്? ഓക്കെ, സുമ ആൻഡ് ഹെർ സിസ്റ്റർ രണ്ടുപേരുണ്ട് അല്ലേ? അപ്പൊ എന്ത് പറയണം? ദേ വരും അല്ലേ? നീഡ് ദേ. ഓക്കെ, നീഡ് ദേ. അപ്പോ ആൻസർ യെസ്, നീഡ് ദേ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് എഴുതുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ ഒരിക്കലും നമ്മൾ നീഡിന്റ് എന്ന് പറഞ്ഞിട്ട് എഴുതില്ല. മനസ്സിലായോ? എവിടെയാണെന്ന് മനസ്സിലായോ? എവിടെയാ? ആ ക്വസ്റ്റ്യൻ ടാഗ് എഴുതുന്ന പോർഷനിൽ മാത്രം നമ്മൾ നീഡിന്റ് എന്ന് പറഞ്ഞിട്ട് എഴുതില്ല കേട്ടോ. അതുകൊണ്ട് ഇനി അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ എടുക്കാം. ഒരു മിനിറ്റ്. അടുത്ത ചോദ്യം. നോബഡി വിൽ ഡെയർ ടു ബീറ്റ് മീ. Nobody will dare to beat me. വേഗം പറ. അപ്പൊ നോബഡി എന്ന് പറയുമ്പോൾ എന്തായാലും നെഗറ്റീവ് ആണെന്നുള്ളത് മനസ്സിലായി. നെഗറ്റീവ് ആണ്. ഇവിടെ എന്തായാലും പോസിറ്റീവ് ആയിരിക്കണം. ഇവിടെ വില്ലല്ലേ വന്നിട്ടല്ലേ, അപ്പൊ വില്ല് തന്നെ എടുക്കുക അല്ലേ? അപ്പൊ വിൽ, നോബഡി ആയതുകൊണ്ട് തന്നെ ദേ ചേർക്കണ്ടേ. ആൻസർ എന്താ? വില്ല്. മനസ്സിലായോ? ക്ലിയർ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. എനിവൺ? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, അടുത്ത് പറഞ്ഞോട്ടെ. ഒരു മിനിറ്റ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആ നീഡിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. യു നീഡ് ടു ഫിനിഷ് ദിസ്. ഇങ്ങനെയാണ് ചോദ്യം എന്ന് വിചാരിച്ചോളൂ. യു നീഡ് ടു ഫിനിഷ് ദിസ്. ഇത് പോസിറ്റീവ് ആണല്ലോ. അപ്പൊ ഇവിടെ എന്തായിരിക്കും? നെഗറ്റീവ് ആക്കണം. അപ്പൊ നെഗറ്റീവ് ആക്കണം എന്ന് പറഞ്ഞിട്ട് നീഡിനെ എടുത്തിട്ട് നീഡിന്റ് എന്ന് പറഞ്ഞ് കൊടുക്കാൻ പാടില്ല. മനസ്സിലായോ? നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ക്വസ്റ്റ്യൻ ടാഗിന്റെ പോർഷനിൽ നമ്മൾ നീഡിന്റ് എന്ന് പറയില്ല. ഓക്കെ, അപ്പോ അവിടെ ആ ചെറിയ ക്വസ്റ്റ്യൻ ടാഗിന്റെ പോർഷനിൽ നീഡിന്റ് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ? അപ്പൊ എന്ത് ചെയ്യും? ഈ നീഡിനെ നമ്മൾ എങ്ങനെ കൊടുക്കും? നീഡിനെ നമ്മൾ ഡു നീഡ് എന്നുള്ള രീതിയിൽ എഴുതും. അപ്പൊ ഡൂനെ കിട്ടി. ആ ഡു അതിനെ നെഗറ്റീവ് ആക്കിയിട്ട്, നെഗറ്റീവ് ആക്കുമ്പോൾ എന്ത് ചെയ്യണം? നോട്ട് ചേർക്കണം അല്ലെ? ഡോണ്ട് യു ആണ് നമ്മുടെ ആൻസർ. മനസ്സിലായോ? നീഡ് ആണെങ്കിൽ എന്ത് ചേർക്കണം? ഡു ചേർക്കുക. നീഡ്സ് ആണെങ്കിലോ എസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഡസ് ചേർക്കണം. ഡസിനകത്തൊരു എസ് ഉണ്ട്. ആ പോയിന്റ് എല്ലാവർക്കും ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ ടാഗിന്റെ പോർഷനിൽ നീഡിന്റ് എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ വേറെ എന്തെങ്കിലും കൊടുക്കണമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ നീഡിനെ ഡു വെച്ചിട്ട് എഴുതും. ഓക്കെ, അപ്പൊ ഡോണ്ട് യു ആണ് ആൻസർ ആയിട്ട് വരിക. മനസ്സിലായോ? ഒന്ന് കമന്റ് ചെയ്തേ. ഓക്കെ അല്ലേ? അടുത്ത് നോക്കിയേ, ഷീ നീഡ്സ് ഹെൽപ്പ്. അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നീഡിന്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുക്കാൻ പറ്റില്ല. ഇത് പോസിറ്റീവ് ആണല്ലോ. നീഡിന്റെ ഈ ഭാഗത്ത് പറ്റില്ലല്ലോ. അപ്പൊ ഇവിടെ എസ് ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഡസ് എഴുതും. ഓക്കെ, നെഗറ്റീവ് ആക്കാൻ വേണ്ടി നോട്ടും കൂടെ ചേർക്കും. ഡസന്റ് ഷീ. അങ്ങനെയാണ് ഈ ആൻസർ കിട്ടിയത് കേട്ടോ. ദേ നീഡ് ടു ലീവ് നൗ. ഇവിടെ എന്ത് ചെയ്യും? നീഡിന്റെ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? ഡു ചേർക്കും. ഡോണ്ട് ദേ ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അതേസമയം യു നീഡിന്റ് ഫിനിഷ് ദിസ് ഇങ്ങനെയാണെന്ന് വിചാരിച്ചോളൂ. യു നീഡിന്റ് ഫിനിഷ് ദിസ്. ഇവിടെ എന്ത് വരും? ഇവിടെ നീഡ് യു എന്ന് പറയാം. കാരണം ഈ ഒരു പോർഷനിൽ നമുക്ക് ഇവിടെ നീഡിന്റ് പറയാം കേട്ടോ. ഇവിടെ നമുക്ക് നീഡ് പറയാം. നീഡിന്റെ പറയാൻ പറ്റാത്തുള്ളൂ. ക്ലിയർ ആയോ എല്ലാവരും?
ഓക്കെ ആണോ? എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ, ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? ഇത്രയും ഓർത്ത് വെക്കുക, ക്വസ്റ്റ്യൻ ടാഗിന്റെ പോർഷനിൽ നീഡിന്റെ എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. അപ്പോൾ നീഡിനെ നമ്മൾ ഡു ചേർത്ത് പറയും, നീഡ്സ് ആണെങ്കിൽ ഡസ് ചേർത്ത് പറയും, അത്രേ ഉള്ളൂ. ഓക്കെ, എഴുതിയെടുക്കണം കേട്ടോ, അറിയില്ലെങ്കിൽ ഈ ഒരു പോയിന്റ് എഴുതിയെടുക്കണേ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇറ്റ്സ് ബീൻ എ ലോങ് ഡേ എന്തായിരിക്കും ക്വസ്റ്റ്യൻ ടാഗ്? ഇറ്റ്സ് ബീൻ എ ലോങ് ഡേ. സരിത, എല്ലാവരും പറയും. എസ് തെറ്റ് പറയുന്നുണ്ട്, അഞ്ചിത്ത് വാസന്റ് പറയുന്നുണ്ട്. ഓക്കെ, ഞാനപ്പോൾ എന്തായാലും പറയാം. തെറ്റിക്കുമെന്ന് എനിക്കറിയായിരുന്നു, അത് തന്നെയാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുക്കാനുള്ള റീസൺ കേട്ടോ. ഇവിടെ എസ് കാണുമ്പോഴേ എപ്പോഴും എസ് വരണം എന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. എസ് ആവാം, അങ്ങനെ എസ് കൊടുക്കുമ്പോൾ എസ് ആവാം, എസിന്റെ ലാസ്റ്റ് എസ് ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ വാസ് ആവാം. ഓക്കെ, ലാസ്റ്റ് എസ് ഉണ്ട്, അല്ലെങ്കിൽ വേറൊരാൾ വരാം. അതാരാ? ആരെ വരാം? ഹാസ് വരാം, ഹാസിന്റെയും ലാസ്റ്റ് എസ് ഉണ്ട്. ഇവിടെ ബീൻ എന്ന് പറഞ്ഞുള്ള വാക്ക് കണ്ടോ? ബീൻ 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 ആരാണത്? നമ്മുടെ ഹാസും ഹാവും ഹാഡിനും ശേഷം വരുന്ന ഒരു വേർഡാണ് ബീൻ. ഓക്കെ, അപ്പൊ ഈ എസ് ആരായിരിക്കും? ഹാസ് ആണല്ലേ, ഹാസ്. ഈ ഒരു ഭാഗം പോസിറ്റീവ്, അപ്പൊ ഈ ഒരു ഭാഗം നെഗറ്റീവ്. ഹാസിന്റ് ഇറ്റ് ആണ് നമ്മുടെ ആൻസർ. കിട്ടിയോ? തെറ്റിക്കരുത്, ചോദിക്കും. ഞാൻ കഴിഞ്ഞ ഏതൊരു എക്സാമിന് ഇതേപോലെ പറഞ്ഞതാണ് കേട്ടോ. ഈ ഒരു ചോദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ എക്സാമിന് ചോദിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പൊ ഇതേപോലെ എസ് കാണുന്ന കയറി വേഗം തന്നെ എന്താ എസ് എന്ന് വിചാരിക്കരുത്, നോക്കിയിട്ട് ആൻസർ ചെയ്യുക. അതിന് ശേഷമുള്ള ആളെ നോക്കുക. ഇപ്പൊ സപ്പോസ് എന്താ ഇറ്റ്സ് ക്രൈയിങ് അങ്ങനെയാണെന്ന് വിചാരിച്ചോ. അപ്പൊ ക്രൈയിങ് ആണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? എസ് അല്ലെങ്കിൽ വാസ് യൂസ് ചെയ്യാം. മനസ്സിലായോ? ING അല്ലേ വന്നിട്ടല്ലേ? ING വരികയാണെങ്കിൽ നമുക്ക് എസ് അല്ലെങ്കിൽ വാസ് യൂസ് ചെയ്യാം അല്ലെ. ഷീ ഈസ് ക്രൈയിങ് അല്ലെങ്കിൽ ഷീ വാസ് ക്രൈയിങ് അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ അതിന് ശേഷമുള്ള ആളെ നോക്കിയിട്ട് വേണം നമ്മൾ തീരുമാനിക്കാൻ, എസ് ആണോ വാസ് ആണോ ഹാസ് ആണോ. ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ തൽക്കാലം നമുക്ക് ഇന്ന് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. ഇനിയും നമുക്ക് നോക്കാൻ തീർന്നിട്ടില്ല, ഇനിയും കുറച്ച് തെറ്റിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ അപ്പൊ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ടാഗ്, പിന്നെ ബാക്കിയുള്ള പോർഷൻസിൽ ആർട്ടിക്കിൾ നോക്കാനുണ്ട്. ഓക്കെ, പിന്നെ ഇതായിരുന്നു അതേപോലെ തന്നെ ഒരു ടോപ്പിക്കും കൂടി ഉണ്ടായിരുന്നല്ലോ, ആർട്ടിക്കിൾ പോലെ തന്നെ വരുന്നത്. നോക്കട്ടെ കേട്ടോ, ഞാൻ എന്തായാലും ഗ്രൂപ്പിൽ കൊടുത്തേക്കാം. നിങ്ങൾ എല്ലാവരും വാട്സാപ്പ് ഗ്രൂപ്പിലുണ്ടോ? ഉണ്ടോ? വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇല്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറയാട്ടോ. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അപ്പൊ അതില് ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്തേക്കാം. എല്ലാവരും കറക്റ്റ് ആയിട്ട് പഠിക്കുക. യെസ് റിഞ്ചു, ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നന്നായിട്ട് പഠിക്കുക. എക്സാം വരികയാണ്. ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ ടെൻഷൻ ഒന്നും വേണ്ട. ചോദിക്കാവുന്നതിന്റെ മാക്സിമം രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. തെറ്റിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. ബാക്കിയുള്ള സബ്ജക്ട്സുകളൊക്കെ പഠിക്കുക. നാളെ നമ്മുടെ ക്ലാസ് 7 മണിക്കാണ് ഉള്ളത് കേട്ടോ.